എം.വി. രാഘവന്റെ വിയോഗശേഷവും CMB എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. UDFിലെ ഏറ്റവും വിശ്വസ്തരായ ഘടകകക്ഷിയായി. അതിന് ആ മുന്നണിയും പാർട്ടിയും കടപ്പെട്ടിരിക്കുന്നത് രണ്ട് നേതാക്കളോടാണ്. ഒന്ന് CMBയുടെ എല്ലാമെല്ലാമായ ജനറൽ സെക്രട്ടറി CP ജോൺ, മറ്റൊന്ന് കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന നേതാവ് CA അജീർ. ഈ നേതാക്കൾ CMB വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ന് പല പദവികളും അവരെ തേടിയെത്തുമായിരുന്നു. പക്ഷേ തങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, ആദർശം, ഇതൊന്നും കൈവിടാൻ ആ നേതാക്കൾ തയ്യാറായില്ല. തങ്ങൾ പറഞ്ഞതിൽ അവർ പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഉറച്ചു നിൽക്കുകയാണ്. UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹയാത്രികരായി അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ UDF CMB എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പുകളിൽ അർഹമായ പരിഗണന നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അപ്പോഴും പരിഭവമില്ലാതെയാണ് ആ പാർട്ടി മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും UDF തെറ്റുതിരുത്തി CMB എന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർക്കാൻ തയ്യാറാകുമോ? കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ വിഷയങ്ങളൊക്കെയാണ് ഈ ആഴ്ച പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം CMBയുടെ സംസ്ഥാന സെക്രട്ടറി CA അജീറാണ് അതിഥിയായി ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്വാഗതം സഖാവ് CA അജീർ. CMB എന്ന പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ M.V. രാഘവൻ എന്ന നേതാവിനൊപ്പം CPM വിട്ട് പോയില്ലായിരുന്നുവെങ്കിൽ CA അജീർ ഇന്ന് CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരുങ്ങിയ പക്ഷം CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെങ്കിലും ഉണ്ടാകുമായിരുന്നു. നഷ്ടം തോന്നുന്നുണ്ടോ? യാതൊരു നഷ്ടബോധവുമില്ല. MVRനോട് CPM നേതൃത്വം കാണിച്ചിട്ടുള്ള രാഷ്ട്രീയവും സംഘടനാ വിരുദ്ധവുമായ നിലപാടാണ് ഞങ്ങളതിലേക്ക് എത്തിച്ചത്. അതിലേറ്റവും പ്രധാനമാണ് സംഘടനയുടെ അച്ചടക്കങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യപരമായ രീതി അവലംബിച്ചില്ല എന്നാണ്. കാരണം 85-ലെ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ബദൽ രേഖ എന്ന രാഷ്ട്രീയ നയം MVR അവതരിപ്പിച്ചു. എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം ചേർക്കേണ്ടത് എന്നാണ് MVR പറഞ്ഞത്. അല്ല, MVR രണ്ട് വാചകം ഏറ്റവും പ്രധാനമായി. ലോകത്തെവിടെയും ഏത് രാഷ്ട്രത്തിലും ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാണ്. ആ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ട് എന്നാണ് തുറന്നടിച്ച് പറഞ്ഞത്. അത് EMS പറഞ്ഞത് കേരളത്തിൽ അഖിലേന്ത്യാ ലീഗായാലും അല്ലെങ്കിൽ 67 EMSൻ്റെ മുഖ്യമന്ത്രിയായത് ലീഗിനെ കൂടിയിട്ടായപ്പോഴും കേരളത്തിൽ ഹിന്ദുവൽക്കരണം അല്ലെങ്കിൽ BJP രാഷ്ട്രീയ സ്വാധീനം വളരുന്നു, അതുകൊണ്ട് മാറണം എന്നാണ്. അപ്പോഴും MVR അന്ന് അന്തരിച്ചുപോയ ശിവദാസ മേനോൻ മുതലുള്ള MB വരെയുള്ള ആളുകൾ, അതിലിപ്പം ബാക്കി അവശേഷിക്കുന്ന പാർട്ടിൻ്റെ അത് മാത്രമാണ്. ആ 8 പേര് ഒപ്പിട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രമേയമാണ് ചർച്ചയ്ക്ക് വന്നത്. ആ ചർച്ചയ്ക്ക് വരുന്ന ഘട്ടത്തിലാണ് MVR പാർലമെൻ്ററി റിവിഷനിസത്തിൻ്റെ ചെളിക്കുണ്ടിൽ എന്ന രീതിയിലുള്ള പ്രചരണം. സമ്മേളനത്തിൽ EMS നടത്തിയ പ്രസംഗം അങ്ങേയറ്റം വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു പ്രസംഗമാണ്. EMS പറയുന്നത് കേരളത്തിൽ M.V. രാഘവൻ്റെ നേതൃത്വത്തിൽ പാർട്ടി നയത്തെ വെല്ലുവിളിക്കുക. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ആ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിനേക്കാളേറെ അധികാരത്തിൻ്റെതാണ് ഈ പ്രശ്നം. അപ്പോൾ MVR ശിവദാസൻ അതുപോലുള്ള ആളുകൾ ഇറക്കിയ രേഖക്കാർക്ക് വളരെ കൃത്യമായി പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങളോട്. അത് മുസ്ലിം, ക്രിസ്ത്യൻ, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അന്നത്തെ ഒരു കണക്ക് പ്രകാരം 45-46% ന്യൂനപക്ഷങ്ങളാണ്. ഇവരെ കൂടെ നിർത്തിയാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തിയായി മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് MVRൻ്റെ രാഷ്ട്രീയ നയം. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിന്ന് പങ്കെടുത്ത 39 പ്രതിനിധികൾ 33 ആളും ഈ രാഷ്ട്രീയ നയത്തോടൊപ്പമാണ് അന്ന് നിന്നത്. പക്ഷേ ആ സമ്മേളനത്തിൽ ഒരു വോട്ടെടുപ്പ് നടത്താൻ MVR ഒപ്പത്തിനാരാണോ അതുപോലുള്ള ആളുകൾ ആരും തയ്യാറായിട്ടില്ല. സമ്മേളനം ഐകകണ്ഠമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്. പക്ഷെ നമുക്കറിയാം ഐകകണ്ഠനെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുക്കാൻ തയ്യാറായില്ല. അത് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് വന്നിട്ട് നടത്തും എന്നാണ് EMS ക്ലോസിംഗ് ആയി സമ്മേളനത്തിൽ. അതുകൊണ്ട് നഷ്ടബോധമില്ല. ആ രാഷ്ട്രീയ നയം ശരിയാണെന്ന് തെളിഞ്ഞു. കാരണം
6 മാസം പോയി നിൽക്കില്ല എന്ന് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ EMS പ്രസംഗിക്കുമ്പോൾ ഞങ്ങളൊക്കെ സാക്ഷിയാണ്. അപ്പോൾ EMS അങ്ങനെ പ്രസംഗിച്ച് പോയിട്ട് 40 വർഷം പിന്നിടുമ്പോൾ ആ രാഷ്ട്രീയ നയം മാത്രമല്ല, CMBയുടെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള എല്ലാ ആളുകളും രാഷ്ട്രീയം നന്നായി പഠിച്ച് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് CPMൻ്റെ അകത്ത് നല്ല പൊളിറ്റിക്കൽ കേഡറാണ് എന്നിപ്പോൾ അടുത്ത് വിലയിരുത്തിയ 50-ാം വയസ്സിലേക്ക് കാലുകുത്തിയ പയ്യന്നൂരിലെ BK രവീന്ദ്രൻ, അങ്ങനെ തുടങ്ങിയുള്ള ചൊവ്വാഴ്ച ചന്ദ്രമാഷ്, അതുപോലെ തന്നെ PRN നമ്പീശൻ CPMൻ്റെ തൃശ്ശൂരിലുള്ള മുതിർന്ന സഖാവാണ്. ഇങ്ങനെയെല്ലാമുള്ള ഒരു ടീം നിലക്ക് CMBക്ക് MBRൻ്റെ മരണശേഷവും വ്യക്തമായ രാഷ്ട്രീയ നയത്തോടെ മുന്നോട്ട് പോകാനും പഠിക്കാനും അപഗ്രഥിക്കാനും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടബോധമില്ല. പിന്നെ ലാഭനഷ്ടങ്ങൾ കൂടിയിട്ടല്ല ഞങ്ങളാരും CPMലോ അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടനയായ വിദ്യാർത്ഥി വിഭജന പ്രസ്ഥാനത്തിലോ പ്രവർത്തിച്ചത്. ആ ബോധം ഇപ്പോഴും ഉണ്ട്. എങ്ങനെയായിരുന്നു CPMൻ്റെ ആ ഒരു DYFIയുടെ ഒക്കെ ആ പ്രവർത്തന കാലം എങ്ങനെയായിരുന്നു? പ്രവർത്തനകാലം വളരെ ആക്റ്റീവായിരുന്നു. അതായത് ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഇരുന്നത് MBR കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ ഘട്ടത്തിലാണ്. ഒരു സാന്ദർഭികമായിട്ടാണ് MBR പ്രിയപ്പെട്ടത്. കണ്ണൂർ പട്ടണത്തിൽ CPM വളരെ ദുർബലമാണ്. KP സാധാരണനാണ് അന്ന് ഈ ടൗണിലെ സെക്രട്ടറി. സാധാരണ തെക്കി ബസാറിൽ പണിയെടുക്കുന്ന കാലം, ചെടിമാർക്ക് എന്ന് പറയുന്ന ബലിയുടെ ഇതിൽ. പക്ഷേ അധികം അദ്ദേഹത്തിന് അവിടെ പണിക്ക് വരാൻ കഴിയില്ല. പക്ഷേ അവിടെ ഞാൻ പോയി ഇതെല്ലാം കഴിഞ്ഞ് പത്രം വായിച്ചു കൊടുക്കുമ്പോൾ അവിടെയുള്ള ഒരു 10-20ഓളം ബീഡി തൊഴിലാളി സഹകരണം ഞാൻ പോയ പത്രം വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വൈകുന്നേരമാണെങ്കിൽ അതിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ ഒരു ചായയും പഴംപൊരിയും എനിക്ക് തരും. എനിക്ക് അന്നത് വലിയ കാര്യമാണ്. അങ്ങനെ ഞാൻ അവരുമായിട്ട് ബന്ധമുണ്ടാക്കിയപ്പോൾ എൻ്റെ ഫാദർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം റോയൽ എയർഫോഴ്സിന് എഴുതി വെച്ച് അങ്ങനെ വന്ന് കേരള സർവീസിൽ ചേർന്നാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ വന്നപ്പോൾ ഞാൻ തെക്കി ബസാറിൽ NGO ക്വാർട്ടേഴ്സിലാണ് അന്നേരം താമസിക്കും. ഇവരുമായിട്ട് നല്ല ബന്ധം. പിന്നെ ഒരു ഇടതുപക്ഷ മനോഭാവം ഫാദറിന് നേരത്തെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഫാദർ ഈ മോഹൻ കുമരമംഗലമൊക്കെയുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു, റോയൽ എയർഫോഴ്സ് ആയതുകൊണ്ട്. അങ്ങനെ ഇവിടെ വന്ന് MBR ആയി ബന്ധപ്പെട്ട് അങ്ങനെ അന്ന് സ്വദേശി ബിൽഡിങ്ങിലാണ് ഇന്നത്തെ CITU ഓഫീസിൻ്റെ പുതിയ കെട്ടിടമല്ല, പഴയ കെട്ടിടം. അവിടെയാണ് CPMൻ്റെ ഇലകുറിച്ച്. അപ്പോൾ എല്ലാ ദിവസവും അവിടെ പോകുമ്പോൾ അങ്ങനെ പോയി MBR പിന്നെ ആളുകളെ ഇതാകുന്നതിലുണ്ട്. അത് കഴിഞ്ഞ് കണ്ണൂരിൽ അന്ന് എനിക്ക് പ്രായപൂർത്തി എത്താത്തത് കൊണ്ട് തന്നെ മെമ്പർഷിപ്പ് കൊടുക്കണം. 18 വയസ്സ് രേഖപ്പെടുത്തിയിട്ടാണ് മെമ്പർഷിപ്പ് തന്നതെങ്കിലും ആ മെമ്പർഷിപ്പിൽ ഞാൻ ആത്മാർത്ഥ പുലർത്തിയില്ല. അങ്ങനെ കക്കാട് ബ്രാഞ്ചാണ് അന്ന്, ഇന്നത്തെ കക്കാടല്ല. ആ കക്കാട് എന്ന് പറയുന്നത് തളാപ്പ് ടെമ്പിളൊക്കെ ചേരുന്ന ഒരു കക്കാട് ബ്രാഞ്ചാണ്. ഭരതാട്ടൻ കൗൺസിലിൽ ജയിച്ചു വന്ന ഒരു വാർഡ് കക്കാടിൻ്റെ. ഇനിയിപ്പോൾ അത് 3 വാർഡുകളായി മാറി. ഇപ്പോൾ കോർപ്പറേഷൻ്റെ അകത്ത് എത്രയാണെന്ന് എനിക്ക് ശരിക്കറിയില്ല. അപ്പോൾ ആ CPMൻ്റെ അകത്ത് ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് എല്ലാവരും എന്നോട് വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയാണ്. ഞാൻ DYFIയിലും വളരെ നന്നായിരുന്നു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ പാർട്ടി സെക്രട്ടറി നിലക്ക് ആകർഷിച്ച ഒരാൾ അന്തരിച്ചു പോയ സഖാവ് ചടയനാണ്. അന്നും ഇന്നും ചടയനെ ഞാൻ എൻ്റെ അച്ഛന് തുല്യമായി സ്നേഹിക്കും. അത് എന്നെ ആകർഷിച്ചത് ഞാൻ ജില്ലാ സെക്രട്ടറി ആയ ഘട്ടത്തിൽ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയ ചടയൻ ജില്ലാ സെക്രട്ടറി ആകുന്ന മുമ്പേ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട്. അന്ന് ചടയൻ CITUവിൻ്റെ ചെറുക്കത്താലുഭാനുവിൻ്റെ പ്രധാനം പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർ. MBR സ്റ്റേറ്റിലേക്ക് പോയപ്പോഴാണ് ചടയൻ സെക്രട്ടറിയേറ്റ് വരുന്നത്. അപ്പോൾ DYFI സെക്രട്ടറി നിനക്ക് എല്ലാ ദിവസവും കണ്ണൂരുണ്ടെങ്കിൽ ചടയനെ കാണാനും സംസാരിക്കും. പിന്നെ അന്ന് വീട്ടിൽ തളാപ്പിൽ തന്നെയാണ് താമസം. ഇപ്പോഴത്തെ സിനിമാ മിഷൻ്റെ തൊട്ട് അന്ന് ഞങ്ങൾ താമസിക്കുന്ന വീട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആ കെട്ടിടത്തിൽ ആ മുറ്റത്ത് തന്നെ ഒരു പഴയ വീടുണ്ട്. പഴയ KP ഗോപാലിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടാണ്. പഴയ മന്ത്രിയായിരുന്ന KP ഗോപാലിൻ്റെ ഒരു മില്ലർ ഗോപാൽ എന്ന് പറയുന്ന ഒരാളുടെ. അതുകൊണ്ട് അഴീക്കോളം മന്ത്രിയായിട്ട് എപ്പോഴും ആ നിലയ്ക്ക് പിന്നീട് നല്ല ബന്ധമാണ്. അങ്ങനെ വന്ന് ഈ എന്നെ ഏൽപ്പിച്ച കണ്ണൂർ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയായി. അതിനുശേഷം ഞാൻ അന്ന് KSYF 80-ലാണ് DYFI. KSYF നിന്ന് DYFI വരുമ്പോഴേക്ക് ഞാൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായി. അങ്ങനെ 80 പിന്നെ ഗോവിന്ദൻ മാസ്റ്റർ സ്റ്റേറ്റ് സെക്രട്ടറി ആയപ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടറി ആയി. അതായത് MV ഗോവിന്ദൻ മാസ്റ്റർ DYFIയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് പോയ ഒഴിവിലേക്ക് താങ്കൾ ജില്ലാ സെക്രട്ടറി ആയി. ആ ഘട്ടത്തിലാണ് പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ പ്രസിഡൻ്റായി പാർട്ടി നിർദ്ദേശിച്ച് കോടിയേരി ഏകണ്ഠമായി അംഗീകരിച്ചു. ഇവിടെ തലശ്ശേരിയിലെ സംഘർഷവും കാര്യങ്ങളൊക്കെ കൊണ്ട് കോടിയേരിക്ക് ഇവിടെ ഭരണത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് പാർട്ടി മുഴുവൻ സമയം തലശ്ശേരി കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കോടിയേരി 1 വർഷം കഴിയുന്നതോടുകൂടി ഒഴിവായി. കോടിയേരി കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നത് ഭാസ്കരൻ മാഷുണ്ട്, ശശി ഉണ്ടായിരുന്നു, പിന്നെ CKP പത്മനാഭൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ നമ്മൾ
പിന്നെ 85 പാർട്ടി വിടുന്ന ഒരു ഘട്ടത്തിലൊക്കെ 86 വിടുമ്പോൾ ഈ പാർട്ടി വിടുന്ന ഘട്ടം ആ സമയം വരെ ഞാൻ 7 വർഷം ഈ ജില്ലയിലും സംസ്ഥാനത്തും DYFI രംഗത്ത് ഏറ്റവും കൂടുതൽ കാലം ജില്ലാ സെക്രട്ടറിയിൽ നിന്ന ഒരാളാണ് ഞാൻ. 7 വർഷം. അവസാനം 86 എന്നെ ഒഴിവാക്കുമ്പോൾ ആലുവയിൽ ചേർന്ന സമ്മേളനത്തിൽ അച്യുതാനന്ദൻ ഫ്രാക്ഷൻ മീറ്റ് ചെയ്ത് ദീർഘസമയം സംസാരിച്ചിട്ട് അജീറിനെ എടുക്കുന്ന എല്ലാവരും പറഞ്ഞപ്പോൾ അവസാനം അച്യുതാനന്ദൻ പറഞ്ഞു കണ്ണൂർ പാർട്ടിയുടെ തീരുമാനമാണ്, അതുകൊണ്ട് അജീറിനെ തൽക്കാലം ഒഴിവാക്കുക. അതിൻ്റെ തൊട്ട് മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ പറയേണ്ടതില്ല. ഞാനും ഗോവിന്ദ മാഷൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലായിരുന്നു. DYFIക്കകത്ത് ഈ ബദൽജയെ പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ പാർട്ടിയിലുടനീളം പിണറായി വിജയൻ സെക്രട്ടറി ആയപ്പോൾ ഒരു വലിയ എന്താ പറയണ്ടേ വിശദീകരണങ്ങളും കാര്യങ്ങളും, അത് സത്യവും അർദ്ധസത്യവും എല്ലാം ചേർന്നതാണ് വിശദീകരണം. അങ്ങനെ പാർട്ടി അന്ന് EP കൃഷ്ണൻ നമ്പ്യാർ മരിച്ചിട്ടില്ല. ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു പിന്നെ ഒപ്പിയാനെന്ന് EMS പറഞ്ഞതിന് അജീറിന് ഇഷ്ടമായിട്ടില്ല എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂർ, പള്ളിക്കുന്ന്, പൊഴാതി, അഴീക്കോട് 4 ലോക്കൽ കമ്മിറ്റികൾ വിളിച്ച് ചേർത്തിട്ടൊരു അന്വേഷണം നടത്തി. പിണറായി 2 മണിക്കൂറുണ്ട് 4 കമ്മിറ്റിയെ മീറ്റ് ചെയ്ത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ അജീർ അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശരി നിങ്ങളുടെ ഇടയിൽ വെക്കുന്ന മനസ്സിലായിരുന്നുണ്ട് യോഗം പിരിയാനുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട DC-യിലാണ് ഗോവിന്ദ മാഷ എന്നെ ഈ തരം താഴ്ത്തി. ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഗോവിന്ദ മാഷ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിലേക്കും എന്നെ ആ സമയത്താണ് ഈ ബദൽരേഖ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ MV രാഘവനെ അനുകൂലിച്ചു എന്നുള്ളത് കൊണ്ട് ഗോവിന്ദ മാഷിയും എന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കി. DYFI ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കി. നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് ഒഴിവാക്കി. പിണറായി എല്ലാ ഫ്രാക്ഷനും മീറ്റ് ചെയ്ത് ഈ സമ്മേളനത്തിൽ വന്ന പ്രതിനിധികളുടെ ഫ്രാക്ഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലും ബദൽ നിർദ്ദേശം വന്നാൽ അംഗീകരിക്കരുത് എന്ന്. ബദൽ നിർദ്ദേശിക്കാൻ നമുക്കങ്ങനെ ആരും ഒരു പിന്തുണയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. MBR പോലും നമ്മളോട് പറഞ്ഞില്ല. ആകെ നായനാർ പറഞ്ഞോ രാഘവനോട് അച്ചടക്കത്തിലിരിക്കണം, നായനാർ മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ കാണാൻ പറ്റും. ഞാനും ഗോവിന്ദ മാഷൊക്കെ പോയിരുന്നു ഇരിക്കണം. 1 വർഷം കൊണ്ട് രാഘവൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കറിയാം പോക്കങ്ങനെയല്ലാണ് പിന്നീടുള്ള ഒരു ഇതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പയ്യന്നൂരിലെ VK രവീന്ദ്രനാണ് ഈ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇത് മലബാറും തിരുവിതാംകൂറും മലബാർ എന്നുള്ളവരാണ് ഈ ലീഗ് പ്രേമം കാണിക്കുന്നത് EMS. അപ്പോൾ VK രവീട്ടൻ പറഞ്ഞ് ശരിയല്ല, EMSനെ പോലത്തെ ഒരു രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ അങ്ങിങ്ങനെ പറയാൻ പാടില്ല, ഇത് രാഷ്ട്രീയമാണ്. ആ VK രവി ഇപ്പം ജയിച്ചിരും. അങ്ങനെ EMSനോട് ഇത് യൂത്താണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് യൂത്തിൽ നരവേട്ട ആരംഭിച്ചത്. അതുകൊണ്ട് CPMൻ്റെ അകത്ത് ചെയ്ത കാര്യങ്ങളിൽ ഒന്നും വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് CMP ആയപ്പോൾ വലിയ ആക്രമണത്തിന് വിധേയനായി. MVRൻ്റെ വീട് കത്തിച്ചു പോകുന്നവർ എൻ്റെ വീട് കൂടി. അപ്പോൾ പാർട്ടിയിൽ നിന്ന് നടപടിയിലേക്ക് വന്നു. MV രാഘവനെ അനുകൂലിക്കുന്നവരുടെ കൂട്ടത്തിൽ CA അജീറിനെയും പെടുത്തി നടപടിയെടുത്തു. DYFI ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. അതിനുശേഷം ഉണ്ടായ നടപടികൾ, അതിനുശേഷം 1 വർഷക്കാലം MVRനെ സസ്പെൻഡ് ചെയ്തല്ലോ. ആ ഘട്ടത്തിൽ മാസത്തിൽ 2-3 ജില്ലാ കമ്മിറ്റികൾ വരും. ഈ നമ്മളെ തരം താഴ്ത്തുന്നതുവരെ ഉള്ള ഒരു ഘട്ടത്തിലാണ് പറഞ്ഞത്. 2-3 തവണ, അതായത് 11ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതിന് ശേഷം വന്നപ്പോൾ ഈ ബദൽരേഖയും പ്രശ്നങ്ങളും വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് MVRനെ സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഞങ്ങളെയൊക്കെ തരം താഴ്ത്തിയത്. അങ്ങനെ ആ തരം താഴ്ത്തിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ആണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ MVRനെ പാർട്ടി പുറത്താക്കിയപ്പോൾ VP കൃഷ്ണൻ നമ്പ്യാർ AKG ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. EPക്ക് വിവരം വന്നു MVRനെ പുറത്താക്കിയിരിക്കുന്നു, ഇനി നിന്നിട്ട് കാര്യമില്ല. EP പറഞ്ഞു നമുക്ക് എന്തായാലും ഈ സംഘടനാ വിരുദ്ധ നടപടിയെ ചോദ്യം ചെയ്തേ പറ്റൂ. രാഷ്ട്രീയ നയത്തിൽ ഭിന്നാഭിപ്രായം ആകുന്നതല്ല പ്രശ്നം, ഇത് യാതൊരു രീതിയിലുള്ള തത്വദീക്ഷയില്ലാത്ത നിലപാടാണ്, താൻ തയ്യാറുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞുണ്ട്. അങ്ങനെ എന്നാൽ എന്നെ ഇപ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ തന്നെ അദ്ദേഹത്തെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ എഴുതി കൊടുത്തു. ആസ്പത്രിക്കാർ വിടുന്നില്ല. അപ്പോൾ EP തന്നെ സ്വന്തം ഇഷ്ടത്തിനാണ് പോകുന്നത് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് EPയും കൂട്ടി PM ഗോപാലനും ഞാനും ഐരീശ്വരാണ് EPയെ കൊളച്ചേരിയിലെ വീട്ടിൽ കൊണ്ടുപോക്കി. നാളെ രാവിലെ വരാൻ പറഞ്ഞു. ഈ വിവരം കഴിഞ്ഞ് രാവിലെ അത് വരാമെന്ന് പറഞ്ഞ് പിറ്റേ നമ്മൾ പോകുമ്പോഴേക്ക് 2ാമത്തെ ദിവസം MVR കണ്ണൂരെത്തി 27ാം തീയതി. ആ നടപടിക്ക് വിധേയമായി MVR കണ്ണൂർ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ നമുക്കും വിവരം കിട്ടി അവർ സംഘടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല അപ്പുറം ഇപ്പുറം കിട്ടും. കാരണം CPMൻ്റെ അകത്തുള്ള ടെലിഫോൺ രംഗത്തുള്ള ജീവനക്കാർ അപ്പുറം കൊടുക്കുന്നുണ്ട് ഇപ്പുറം കൊടുക്കുന്നുണ്ട്, പല ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവരല്ലേ. അപ്പോൾ
നമ്മൾ പരമാവധി ആളുകൾ ആർക്കും ആരെയും പറയാനോ തരംതിരിക്കാനോ കഴിയില്ല. പാർട്ടി ഇതാവുമല്ലോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഒരു വലിയ വിഭാഗം ആളുകൾ പോയി, ഞങ്ങൾക്കറിയാം ഈ സ്വീകരിച്ചാൽ അപ്പോൾ തന്നെ നടപടി വരുമെന്ന്. അപ്പോൾ പോലീസിൻ്റെ വലിയ ഫോഴ്സുണ്ട്. അവർ ബാലാനന്ദനെ സ്വീകരിക്കാൻ ഒരു ഭാഗത്ത് MVRന്റെ നടപടി സ്വീകരിക്കാൻ ബാലാനന്ദന വന്നു. അപ്പോൾ വേറൊരു ഭാഗത്ത് MVRനെ സ്വീകരിക്കാൻ ഞങ്ങൾ രണ്ട് ഭാഗത്താക്കി. നമ്മൾ പറഞ്ഞു അവർ കടന്നു പോയിക്കോട്ടെ, നമ്മളതിന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ CPMന്റെ സർവ്വസന്നദ്ധമായ തെറ്റുകളുണ്ട്. അവരെല്ലാം വന്നിട്ട് വെറുതെ നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കാൻ സ്നേഹം പഠിപ്പിക്കുക. അതെല്ലാം അവർക്കറിയാം. പിണറായി വിജയൻ ജില്ലാ സെക്രട്ടറി ആ സമയത്ത് അല്ലേ? പിണറായി ജില്ലാ സെക്രട്ടറി അല്ല, ചടയൻ. പിണറായി യൂത്തിൻ്റെ ചാർജ് ഉണ്ടായി. യൂത്തിൻ്റെ ചാർജ് പിണറായില്ല. അത് അദ്ദേഹത്തിൻ്റെ ആ കർശനത്വം അന്നും ഇന്നും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ സംഘടനാപരമായി. മറ്റ് സ്വഭാവങ്ങളും പിന്നെ അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ആ ചിട്ടയാൾക്കന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ അത് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ അടുപ്പമുണ്ട്, നമ്മൾ തമ്മിൽ ആ അടുപ്പം വന്നുകൊണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ മകളുടെ കല്യാണമൊക്കെ പറഞ്ഞപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിച്ച് മറുപടി അയച്ചിട്ടുണ്ട്. പിന്നെ യൂത്ത് എന്ന നിലക്ക് മാത്രമല്ല, പാർട്ടി ലീഡർ എന്ന നിലക്ക് അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായത്, ഇങ്ങനെ ജില്ലാ ബാങ്കിൻ്റെ സ്ഥാനാർത്ഥിയെ മതി. അപ്പോൾ MVR വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് വിജയൻ്റെ കൂടെ ഈ ഇലക്ഷൻ കഴിയുന്നവരെ സ്ഥിരമായി നീണ്ടാണ്, ഇതാണ് ഒറ്റക്ക് വേണ്ട എന്നുള്ളതുണ്ട്. അപ്പോൾ പിണറായി ഞാൻ തമ്മിൽ കൂടുതലെടുത്ത ബന്ധം വന്ന് അങ്ങനെ സാർ ജില്ലാ ബാങ്കിൽ പിന്നെ വോട്ട് കുറവാണ് പിണറായി കിട്ടിയെങ്കിലും ഫൈനൽ ജയിച്ചു, പിണറായി പ്രസിഡൻ്റായി. പിന്നെ അദ്ദേഹം പല പരിപാടിക്കും പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പരിപാടിയൊക്കെ എന്നെ ഏൽപ്പിച്ചാൽ എനിക്ക് പോകാനുള്ള വാഹന സൗകര്യം ഉണ്ടാക്കും, ഞാൻ പോയി തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണ്. ചടയനായിട്ടുള്ളത് എന്താ പറഞ്ഞാൽ ഗൃഹബന്ധമുണ്ട്. ചടയൻ്റെ വീടുമായിട്ട് ഞാൻ നല്ല ബന്ധമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ടൗണിൽ സി കർണാടൻ. പലർക്കും സി കർണാടൻ്റെ അടുത്ത് പോകാൻ പേടിയാണ്. ഞാൻ സി കർണാടൻ്റെ അടുത്ത് പോയപ്പോൾ എന്നോട് നല്ല സ്നേഹമാണ്. ആ സ്നേഹം സി കർണാടൻ മരിക്കുന്നവരെ ഞാനുമായിട്ട് പുലർത്തിയിരുന്നു. അതുകൊണ്ട് എന്നിലെ ഒരു അജീർ എന്ന് പറയുമ്പോൾ വെറും MVR മാത്രം. MVRന്റെ ആ ഒരു ചിട്ടയും കാര്യങ്ങളും സ്വഭാവമെല്ലാം വെച്ച് നോക്കിയാൽ വലിയ വ്യത്യാസമൊന്നും പിണറായി MVR തമ്മിലില്ല. പക്ഷേ MVRന് പിണറായിയേക്കാൾ കൂടുതൽ മനുഷ്യസ്നേഹപരമായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഏതാണ്ട് രണ്ടാളും തുല്യമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷെ ചടയൻ അങ്ങനെയല്ല. ചടയൻ തൊഴിലാളി വർഗത്തിൻ്റെയും തൊഴിലാളിയുടെയും ആ തന്മയ തൊഴിലാളിക്കും പിന്നെ ഒക്കെ എന്നെ ഏറെ ആകർഷിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി പലപ്പോഴും ഭക്ഷണം ലളിതമായ ചോറും കറിയും. അത് MVRന്റെ വീട്ടിലും അങ്ങനെയാണ്. MVRന്റെ വീട്ടിൽ നമ്മൾ ഭക്ഷണം ചെയ്യുമ്പോൾ ഒരു സാധാരണ പുളിങ്കറിയും ചോറും ഉണ്ടല്ലോ. MVR ഒരു 10 റുപ്യ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം ജീവിക്കാം. വലിയ ആർഭാടമായ ഭക്ഷണം വേണ്ട, അല്ലെങ്കിൽ തന്നാൽ ഭക്ഷണം കഴിക്കും. ഇത് വന്ന് MVRനെ പുറത്താക്കി പിന്നീട് MVRന് വലിയ സ്വീകരണം കൊടുത്തു, ഒരു പാർട്ടി രൂപീകരിച്ചു. അല്ല, അന്ന് തന്നെ നമ്മൾ പുറത്താക്കിയ അറിയിപ്പ് വന്നു. EP കൃഷ്ണൻ നമ്പ്യാർ, ഏരിയ കമ്മിറ്റി അംഗമായ CAG അലീശ്വരാമൻ ഇന്ന ആളുകളെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുമെന്ന് അന്ന് തന്നെ മെസ്സേജ് വന്നല്ലോ. അതിനുശേഷം പാർട്ടി രൂപീകരിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ആ ഘട്ടത്തിൽ പിന്നെ ഞാൻ 82-ലാണ് വിവാഹിതനാണ്. അത് ഒരു വലിയ കോളെടുക്കാം. 82-ല് വിവാഹിതനായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജാതി മതം പറയുന്നത് ജാതി മതവും നോക്കാതെയാണ് കല്യാണം ചെയ്തത്. കരിവള്ളൂരുള്ള സുധർമ്മ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മിക്സഡ് കോളേജിലെ ആദ്യത്തെ SFIയുടെ വനിതാ ചെയർമാനായിരുന്നു അവർ. MRCക്കൊക്കെ നന്നായി അറിയുന്നതാണ്. അവർ ടീച്ചറായിട്ട് പിന്നെ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നത്. നന്നായി രാഷ്ട്രീയം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കും. ബ്ലോഗ് റൈറ്റ് എഴുതും. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ് ഫേസ്ബുക്കിലൂടെ കുട്ടികൾക്ക് ആർക്കും അങ്ങനെ എടുക്കും. അപ്പോൾ പല കുട്ടികളും അവരോട് പറയും, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പോക്കിരികളാണെങ്കിലും ഇപ്പം വളരെ വേഗം അപ്പോൾ അത് പൊതുസമൂഹത്തിന് പറയേണ്ട കാര്യമല്ല. പക്ഷേ അതൊരു മതേതരത്വത്തിൻ്റെ ഇതിലുകൊണ്ട് വലിയ പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് വന്നതുകൊണ്ട് മറ്റ് സാംസ്കാരിക പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. അതിൽ ഞാൻ കണ്ട ഒറ്റൊന്നുള്ളൂ, 2 മതമേ ഞാൻ കണ്ടു, ആണും പെണ്ണും. ലോകത്ത് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കും. പക്ഷെ അവർ അതിൻ്റെ തികഞ്ഞ ഗൗരവം ഉണ്ടാകുന്നേ ഞാൻ പറയാം. അതുകൊണ്ട് ഈ CMB രൂപീകൃതമായതിനു ശേഷം എന്നിൽ സ്വാധീനിക്കുന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയുന്നത് അതിൽ MVR ഫസ്റ്റ്, അത് കഴിഞ്ഞാൽ ചടയൻ, പിന്നെ EP, അത് കഴിഞ്ഞാൽ പിണറായി. അങ്ങനെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് കണ്ണൂർ പട്ടണത്തിലെ എല്ലാ തൊഴിലാളി സംഘത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളത് എൻ്റെ ഒരു. അതുകൊണ്ട് മുദ്രാവാക്യ സ്പെഷ്യലിസ്റ്റാണ് സഹാക്കൾ പറയും.
അത് അന്നത്തെ എൻജിഒക്കാരും അന്നത്തെ PNDക്കാരും കണ്ണൂർ വീടിത്തൊഴിലാളികളും മറ്റുമൊക്കെ ദിനേശ് പീടി ഈ CMB ആയതിനു ശേഷം വലിയ തോതിലുള്ള അല്ല അതിനിടയിൽ ഒരു സംഭവമുണ്ട്. അങ്ങനെ അഴീക്കോടം നില നല്ല നിലയിൽ നടത്തണമെന്ന് പലപ്പോഴും പറ്റും. ഞാൻ CPM ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ടത്ര നമുക്ക് നടത്താനില്ല. അങ്ങനെ ഞാൻ കൺവീനറായി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിനേശ് പീടി പോയി അന്ന് ഓരോരുത്തർക്ക് സമ്പാദിക്കും. അങ്ങനെയാണ് അഴീക്കോടം ദിനം 3 ദിവസങ്ങളിലെ പരിപാടിയായിട്ട് നമ്മൾ നടത്തി കൊണ്ടുവന്നത്. അത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയതാണ്. പിന്നെ മീനാക്ഷി അമ്മയായിട്ടുള്ള ഒരു ബന്ധം അതിലൊരു ഘടകം. MVRനെയാണ് അവരെല്ലാവരും വിളിക്കുക. അപ്പോൾ MVR എന്തെങ്കിലും കടലാസോ കാര്യങ്ങളോ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കും. ഞാൻ അവരുടെ അഴീക്കോടിൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ ആ കുടുംബമായിട്ട് ബന്ധമുണ്ട്. ഭംഗി എന്ന് ഇന്നലെ ഇവരുടെ രണ്ടാമത്തെ എത്രയോ വർഷത്തിന് ശേഷമാണ് മധുവിനെ എപ്പോഴും കാണുന്നത്. ഇന്നലെ കണ്ടു. ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നത് അഴീക്കോടിനുമായിട്ടൊക്കെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അഴീക്കോടം വന്ന പ്രസരിക്കും അവിടെ CP രാമനാഥൻ. അപ്പോൾ അഴീക്കോട് ആ ചിരിക്കുന്നൊരു കലണ്ടർ ഫോട്ടോ ഉണ്ട്. അത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ നാച്ചുറലായി കണ്ടിട്ടുള്ള ഒരു അഴീക്കോട്. ഈ വലിയ പിന്നീട് CMB CPM സംഘർഷത്തിന്റെ കാലമാണ് പിന്നീട് ഉണ്ടായത്. AKG ആശുപത്രി തെരഞ്ഞെടുപ്പ് വലിയ തോതിലുള്ള സംഘർഷത്തിന്റെ എങ്ങനെയായിരുന്നു അതിനെയൊക്കെ? അന്ന് ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. CMB രൂപീകരിച്ച് 6 മാസം ആകുമ്പോഴേക്ക് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാ VP മരണപ്പെട്ടു. പുതിയ സെക്രട്ടറി ആവാൻ പാർട്ടിൻ്റെ ആരും നിർദ്ദേശിച്ചു. പക്ഷേ അയാളുടെ ആരോഗ്യ പ്രശ്നം പറഞ്ഞിട്ട് നിൽക്കാത്തപ്പോൾ എന്നാൽ DYFI സെക്രട്ടറിൻ്റെ പാർട്ടി സെക്രട്ടറി ആവട്ടെന്ന് MVRൻ്റെ ഒരു ശൈലിയിൽ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പാർട്ടി CMBയുടെ അന്ന് എനിക്ക് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. എന്നാൽ ഇങ്ങനെ കണ്ടും കേട്ടും പറഞ്ഞ് പഠിച്ചിട്ടുള്ള രീതിയിൽ ഏറ്റവും ക്രൂരമായ ആക്രമണത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. AKG ഇലക്ഷനിൽ എൻ്റെ ഭാര്യ പോലും വോട്ട് ചെയ്യാൻ പറ്റി 6-7 മണിക്കൂർ എന്നിട്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ക്യൂ മുന്നോട്ട് പോകുന്നില്ല. പിന്നെയാണ് ഇവർക്ക് തന്നെ മനസ്സിലാകുന്നത് MVRനെല്ലാം ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ക്യൂ കിടന്ന ആരെല്ലാം വന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഉച്ചശേഷം അവരൊക്കെ ക്യൂ നിന്ന് മാറിയത്. അത് അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് ജില്ലാ സെക്രട്ടറി. പാകിസ്ഥാനിൽ വെച്ച തെരഞ്ഞെടുപ്പ് നടത്തിയാലും തടയുന്നുള്ള കോടിയേരിയുടെ ഒരു പ്രസിദ്ധമാണ്. അപ്പോൾ അവരെന്ത് ചെയ്ത് ഇവിടെ 144 അന്നത്തെ SP അനിൽകുമാർ പാസ്സാക്കിയപ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ ബന്ദ് പ്രഖ്യാപിച്ചു 3 10, 11, 12 12-ാം തീയതി ഇലക്ഷൻ ഫെബ്രുവരി. ആ ബന്ദിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ വോട്ടർമാരെ മുഴുവൻ നാളെ ബന്ധായിരിക്കും. അപ്പോൾ മറ്റന്നാൾ ഇലക്ഷനായ ദിവസം ബന്ധാകുമ്പോൾ എല്ലാവരെയും ഓരോ സ്ഥലത്ത് പോയി MVRന് വോട്ടർമാരെ മുഴുവൻ രാത്രി കൊണ്ടാണ്. അങ്ങനെ കണ്ണൂരിലെ ഹോട്ടലുകളിലെല്ലാം നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്ത് പരമാവധി ആളുകളെ വോട്ടർമാരെ കൊണ്ടുവന്ന് അപ്പോൾ ആ പട്ടിക വെച്ച് വോട്ട് ചെയ്താൽ നമുക്ക് വലിയ ആക്രമണത്തിനൊക്കെ ഉണ്ട്. ആ ആക്രമണം ഇപ്പോൾ അവിടെ നടന്ന ഇലക്ഷൻ മാത്രമല്ല, ഇതിനെ തുടർന്ന് നമ്മളെ വീട് അടിച്ചു പൊളിച്ചു. എൻ്റെ വീട് ഞാൻ 90-ലാണ് പുതിയ വീട് എടുക്കുന്നത്. 90 സെൻറ്ററിലാണ് ഈ ഇലക്ഷൻ. എൻ്റെ വീട് പുതിയ വീടിൻ്റെ ജനലും കാര്യങ്ങളൊക്കെ പിടിച്ചു. മറ്റേ സെപ്റ്റിക് ടാങ്കിൻ്റെ പൈപ്പ് വെട്ടിമുറിച്ച് എല്ലാ ചില്ലുകളെല്ലാം തകർത്തു. അങ്ങനെ അതാണ് ആദ്യത്തെ ഒരു സംഭവം. അപ്പോൾ അവർ മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ അച്ഛനുണ്ട് ഭാസ്കരൻ മാഷ്. അവരുടെ അച്ഛൻ അവിടെ കരിവള്ളൂരിൽ കേരളം രക്തസാക്ഷി പഴയ കാലത്തെ പാർട്ടിയുടെ ഒരു ഫൈറ്റർ വഴിയായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മരിക്കുന്നവരുള്ള ഏറ്റവും സജീവമായ ഒരാളായിരുന്നു ഇവരുടെ അച്ഛൻ ഭാസ്കരൻ മാഷ്. അപ്പോൾ അവർ വീട്ടിലേക്ക് വന്നു. ഇതിൻ്റെ പ്രതിസന്ധി ഞാൻ ഉണ്ടായില്ല. അങ്ങനെ പിന്നെ അവർ ഇവരെയും കൂട്ടി അവരെ വീട്ടിലേക്ക് പോയി. ഇവിടെ സിംഹത്തിൻ്റെ അവിടെ നടന്നൊരു കരിവള്ളൂരേക്ക്. ഇവിടെ കരിവള്ളൂരിൽ എപ്പോഴും അതിനൊരു അന്തസ്സുണ്ട്. അവർ പ്രഖ്യാപിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നല്ലാതെ ഇവിടുത്തെ മാതിരി പോകുന്ന ആളെയും വൈകുന്നേരം ചെയ്യുന്ന രീതി ഇല്ല. അത് അതിൻ്റെ ഒരു രീതിയിൽ വന്നു. പിന്നെ MVR പോകുന്ന എല്ലാ യോഗത്തിലും കല്ലാറില്ല. അത് നമുക്ക് വലിയ പ്രശ്നമായിരുന്നു. MVR വരുന്ന ദിവസമൊക്കെ എപ്പോഴും പോലീസ് അന്വേഷിക്കുന്നതൊക്കെയാണ്. അപ്പോൾ പോലീസ് അന്വേഷിച്ചാൽ ഞാൻ പറയുന്നത് അവർക്ക് കിട്ടാത്ത ചില വിവരം നമുക്ക് CPMൻ്റെ അകത്ത് കിട്ടും. എന്താ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെയുണ്ട്. അത് ആരും എന്തെന്നൊന്ന് ചോദിച്ച് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാര്യമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മെസ്സേജ് നാളെ വഞ്ചിക്കുന്നതിന് സമാവും. ആ ആക്രമണത്തെ ഞങ്ങൾ ഫേസ് ചെയ്ത് MVRൻ്റെ ചങ്കൂറ്റമാണ്. ഞങ്ങൾക്ക് ചില ഘട്ടത്തിലൊക്കെ ഭയം ഉണ്ടായിരുന്നെങ്കിലും MVRൻ്റെ ആ ചങ്കൂറ്റത്തിന് ആ സമയത്ത് വലിയ ഒരു CMB ഈ കഴിഞ്ഞിട്ടൊരു സംഭവം ഏറ്റവും ഞെട്ടിപ്പിച്ചൊരു സംഭവം MVR അസംബ്ലി പോലെ ഇതിൽ നിന്നൊരു കള്ള ഷെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ പിടിച്ചു. അസംബ്ലിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ TK രാമകൃഷ്ണനോട് പറഞ്ഞല്ലോ ഇതിൻ്റെ അവസാന കുത്താന്ന് പറഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റ് TKൻ്റെ കീശലിട്ട് അതാണ് TK കയ്യേറ്റം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് കോടിയേരി ബാലകൃഷ്ണൻ, ഗോപി കോട്ടമുറിക്ക് തുടങ്ങിയില്ല യുവ MLA മാർ MVRനെ ആഞ്ഞ് ചവിട്ടി. MVR ആശുപത്രിയാണ് ആ കോടിയേരി എൻ്റെ നാവിക്ക് ചവിട്ടി. അത് MVRക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അതുപോലുള്ള യൂത്ത്
പക്ഷേ അന്നത്തെ സി ഡി ആജിയുടെ നേതൃത്വത്തിലുള്ള അസംബ്ലിയിലെ MLA-മാർ MVRനെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ എന്നിട്ട് കണ്ണൂർ വന്നു. ആ സമയത്തൊക്കെ ഈ CMB-ലേക്ക് വലിയ തോതിൽ ആളുകൾ ഇങ്ങനെ വരുന്ന ഒരു ആ ആളുകൾ ഇപ്പോൾ ഉണ്ട്, പക്ഷേ ബയസിൽ ആക്റ്റീവ് അല്ലാതെ. അങ്ങനെ പറഞ്ഞ ആളുകൾ ആ ഒഴുക്കിനനുസരിച്ച് ആ പാർട്ടിയെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നോ നിങ്ങൾക്ക്? ഇല്ല. അതല്ലാതെ ആ ഒഴുക്കിൽ ജനക്കൂട്ടമാണ് പൊളിറ്റിക്കലൈസ്. CPM-ന്റെ കിരാത വാഴ്ച വന്നപ്പോൾ CPM-ൽ പോകാതെ സൈലന്റ് ആയവരുണ്ട് വലിയ. നമ്മളെ മനസ്സുകൊണ്ട് ഇപ്പോഴും അംഗീകരിക്കുന്ന കുറേ ആളുണ്ട്. നമുക്കുള്ള ഫോഴ്സ് പുറത്തു കാണുന്നതിനേക്കാൾ ഇരട്ടി ആളുകൾ നമ്മളോട് സഹതാപമായിട്ട് ഇപ്പം അവർ മാനസികമായിട്ട് അവർക്ക് ഇതിനോടൊന്നും ഇപ്പോൾ പിന്നെ CPM-ൻ്റെ അകത്ത് അവരുടെ നയത്തിനെതിരായും അതിൻ്റെ നിലവാര സ്ഥാനത്തിനെതിരായിട്ടൊക്കെ പറയുന്ന ആളുകൾ നമ്മളോട് മനസ്സ് തുറന്നു പറയുന്നുണ്ട്. അത് നമ്മളെ വിശ്വസിച്ച് പറഞ്ഞിരിക്കും. അത് പിന്നെ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിസ്റ്റ് രീതിയുണ്ട്. അത് ഞാനും ജോണൊക്കെ ഇപ്പോഴും അംഗീകരിക്കണം. നമ്മൾ CMB രൂപീകരിച്ചു, UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി മാറി. ഏറ്റവും വിശ്വസ്തമായ ഒരു ഘടകകക്ഷി ഏത് എന്ന് UDF-ൽ ചോദിച്ചാൽ ഇന്നും അത് CMB മാത്രമാണ്. മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ ചാഞ്ചാടി അല്ലെങ്കിൽ അപ്പുറം എന്തെങ്കിലും സീറ്റ് കൂടുതൽ കിട്ടിയാൽ പോകാൻ പറ്റുമോ എന്ന് പോലും ചിന്തിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു തരത്തിലും ചാഞ്ചാടാതെ നിന്ന ഒരു ഘടകകക്ഷിയാണ് CMB. പക്ഷേ CMB-ക്ക് അർഹതപ്പെട്ട അംഗീകാരം UDF-ൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെ, ഒരു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയുകയാണ്. ശരിയല്ലേ അത്? അതങ്ങനെ പൂർണ്ണമായി ശരിയല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ CMB രൂപീകരിച്ച ഘട്ടത്തിൽ രാഷ്ട്രീയ ചേരിതിരിവുകൾ വരുന്നതിന് മുമ്പുള്ള ഇലക്ഷനിൽ ഞാൻ പറയാം അതിന് ശേഷമുള്ള ഘട്ടത്തിലും CMB-യുടെ UDF-ന് രീതി എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് പവറാണ് UDF-ന്റെ ഈ അധികാര രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രദേശത്തിലാക്കുന്നത് കേരളത്തിലെ 14 ജില്ലയിലും CMB-ക്ക് അന്നും ജില്ലാ കമ്മിറ്റികളുണ്ട്, ഇന്നും ജില്ലാ കമ്മിറ്റി. 100 ഏരിയ കമ്മിറ്റികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ പരന്ന് കിടക്കുന്നത് ഞങ്ങൾക്കൊരു മൈനസാണ്. ഏതെങ്കിലും 1 or 2 മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണെങ്കിൽ അത് മൈനസാവില്ല. ഏതെങ്കിലും ഒരു പോക്കറ്റിൽ നിന്നാൽ ആളെ നമ്മൾ പൂർണ്ണമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുവരെ നമ്മൾ സ്കാറ്റേഡ് ആയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ജനാധിപത്യ ചേരികൾക്കകത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ ഇതിൽ പ്രധാനമായും പറയേണ്ട ഒരു പേരാണ് കെ. സുധാകരൻ MP. അദ്ദേഹം DCC പ്രസിഡന്റ് ആയതോടുകൂടി ഈ അതിക്രമത്തെ ചെറുക്കാൻ MVRനെ സംരക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ധീരമായ ഒരു വേള ഞാൻ മനസ്സിലാക്കിയത് സുധാകരനുള്ള എതിർപ്പ് CPM-ന് ഇല്ല. പക്ഷെ MV രാഘവനെ സംരക്ഷിക്കാൻ എന്തിനാ ഇയാൾ പോകുന്നെന്ന് ഇയാൾ കണ്ണൂരിൽ മരിച്ചുപോയ ഒരു പ്രധാനപ്പെട്ട മരിച്ചുപോയാൽ അതാണ് ഈ സുധാകരനും CPM-ഉം തമ്മിലുള്ള ഫൈറ്റിന് കാരണം. സുധാകരനോടല്ല ഞങ്ങൾ എതിർപ്പ്, MV രാഘവൻ അയാളെ സംരക്ഷിക്കുന്നു. അപ്പോൾ സുധാകരൻ എന്നോട് പറഞ്ഞത് ലീഡർ എന്നോടൊരു വാക്ക് കൊടുക്കണം, കണ്ണൂരിൽ എവിടെയെങ്കിലും വെച്ച് MVR ആക്രമിക്കപ്പെടാൻ മതി, അത് താൻ മരിച്ചാൽ മാത്രമേ ആക്രമിക്കപ്പെടാൻ മതി. അത് ഞാൻ ഒറ്റ തന്നെയാണ്. അത് മാത്രമല്ല, തുടർന്ന് കൂത്തുപറമ്പ് സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൽ വരാൻ, കാണാൻ, സംരക്ഷിക്കാൻ ഒക്കെ പല പ്രവർത്തകരെയും കോൺഗ്രസ്സുകാരുടെ വീട്ടിലൊക്കെ പിന്നീട് സംരക്ഷിച്ചിട്ടുണ്ട് ഈ ജില്ലയിൽ. അതിൽ സുധാകരൻ കാണിക്കുന്ന ധീരമായൊരു നിലപാട് ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ സെമി കാഡർ പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് അത് മറക്കാൻ കഴിയില്ല. ഇനി എന്ത് CMB-യുടെ ചരിത്രപ്പെടുമ്പോൾ കെ. സുധാകരൻ എന്ന് പറയുന്ന അന്നത്തെ DCC പ്രസിഡന്റും പിന്നീട് MPയും MLA-യും മന്ത്രിയും ഒക്കെ ആയുള്ള ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ അകത്ത് പല പ്രശ്നമുണ്ടാകും. ഇന്നും ഇപ്പോൾ CMB-യുടെ എന്ത് പരിപാടി നടക്കുമ്പോഴും അതിന്റെ ഉദ്ഘാടകനായി സുധാകരൻ തന്നെയാണ് വരാറുള്ളത്. ഈ കെ. സുധാകരൻ അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയ ആ പാർട്ടിയെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ആ രീതിയിൽ പരിഗണിച്ചു. നമ്മൾ CP ജോണിന്റെ കാര്യം തന്നെ, CP ജോൺ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ CPM-ൽ ഇന്നുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഒരാളാണ് CP ജോൺ. ഒരു ആസൂത്രണ കമ്മീഷന്റെ ഒരു ഉപാധ്യക്ഷൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു UDF
അധികാരത്തിൽ വരുന്നാൽ അവിടെ ജയിച്ച് മന്ത്രിയാകേണ്ടത്, ധനകാര്യ വകുപ്പിന്റെ മന്ത്രിയാകാൻ പോലും കെൽപ്പുള്ള ഒരാളാണ് CP ജോൺ. ആ CP ജോണിന് പോലും ഒരു ജയിക്കാവുന്ന ഒരു സീറ്റ് UDF നൽകുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേദന ജോണിനെ സംരക്ഷിച്ചില്ല എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കില്ല. കുന്നംകുളത്ത് ജോൺ മത്സരിച്ചിട്ട് തോറ്റത് 500-ൽ താഴെ വോട്ട്. ആ തോൽക്കാനിടയാക്കിയിലെ ഒരു കാരണക്കാരൻ ഇന്നത്തെ MK കണ്ണൻ എന്ന് പറയുന്ന CPM-ലേക്ക് ചേക്കേറിയ ആളുടെ ഒരു തന്ത്രമുണ്ട്. മുൻ CMB നേതാവ് എഴുത്തച്ഛന്മാരുടെ പ്രശ്നം വരുത്തി 2000-ലേറെ വോട്ടുണ്ട്, അവരെ അവഗണിച്ചു എന്നൊരു പ്രസ്താവന പിന്നിൽ നിന്ന് അയാൾ കൊടുപ്പിച്ചു. അയാൾ സ്ഥാനാർത്ഥിയില്ല. നെന്മാറയിൽ MBR സ്ഥാനാർത്ഥിയായി, കുന്നംകുളത്ത് ജോണായി, മറ്റേടത്ത് പിന്നെ ഇതായി. ആ നിലക്ക് വികാസ് ചക്രവാണി ആ തെരഞ്ഞെടുപ്പാണ് അഴീക്കോട് മത്സരിച്ചത്. അല്ല, ഞാൻ അതിന് മുമ്പാണ്. അഴീക്കോട് മത്സരിച്ചപ്പോൾ എനിക്ക് നേട്ടാ. കാരണം അരീന്ദ്രൻ 14,000 വോട്ട് തോറ്റപ്പോൾ ഞാൻ 9,000 വോട്ടിലേക്ക് വന്നു. പക്ഷെ അന്ന് UDF-കാർക്ക് ആത്മവിശ്വാസമില്ല, ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ശരിക്കും അന്ന് ഞങ്ങളിൽ സാമ്പത്തികവും കൂടി ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങളെ കണക്കൂട്ടലനുസരിച്ച് അന്ന് BJP-നെ അവസാനം CPM ഇറക്കിയത്. BJP-നെ CPM ഇറക്കിയെന്ന് ഞാൻ പറയുന്നത് BJP മത്സരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 5000 വോട്ട് അവർക്കുണ്ട്. പക്ഷേ ആ 5000 വോട്ട് വരെ BJP ആ 5000 വോട്ട് പിടിച്ച് താമരച്ചിഹ്നം വരുമ്പോൾ അത് TK ബാലൻ്റെ ഒരു ബന്ധു കൂടിയാണ് മത്സരിച്ച സ്ഥാനാർത്ഥി. അല്ലെങ്കിൽ നെറ്റായിരുന്നു 1000 വോട്ടിൻ്റെ വ്യത്യാസമെങ്കിലും ചിലപ്പോൾ നമ്മൾ ജയിക്കാമായിരുന്നു. അപ്പോൾ CMB-യെ അവഗണിച്ചു എന്ന് ഞാൻ പറയുന്നത്. എന്നാൽ CMB-ക്ക് അർഹമായ പ്രാതിനിധ്യം പൂർണ്ണമായി കിട്ടിയോ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അർഹമായ പ്രാതിനിധ്യം അധികാര സ്ഥാനത്ത് മാത്രമല്ല. ഞങ്ങളൊക്കെ ഈ പാർട്ടി സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ആ സ്പ്ലിറ്റ് ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും VM സുധീരൻ APCC പ്രസിഡൻ്റായപ്പോൾ വിളിച്ചു. ആ ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഞാൻ ഉമ്മൻചാണ്ടി സാറുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, സാർ ഇവർ മറുഭാഗത്ത് പോകാൻ തീരുമാനിച്ചു. ഇവരുടെ രാഷ്ട്രീയ രീതിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുമുണ്ടാകുന്നത് വേറെ രീതിയിൽ. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ആർക്ക്? MK കണ്ണനും പാട്ടനായാലൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം MBR-ന് രോഗം കലശലായി വന്നു, മെമ്മറി കുറഞ്ഞു വന്നു, പാർക്കിൻസൺ കൂടി, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർക്ക് ആത്മവിശ്വാസം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ല, എന്തായാലും ആവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി കഴിയണോ ആരുമായി സെറ്റ് ചെയ്യണം, അല്ലാതെ അധികാര സ്ഥാനത്തിന് വേണ്ടി പാടില്ല എന്നാണ് അന്നും ഇന്ന് ഞാൻ. അപ്പോൾ ജോൺ ആ കുന്നംകുളത്ത് അതിന് പകരം MBR നെന്മാറയിൽ മത്സരിച്ച് അവിടെ എതിരേക്കുമ്പോൾ ഇവരെല്ലാം അങ്ങോട്ട് പോയി. അത് MK കണ്ണനും പാട്ടിൻ്റെ ആരും. അതിന് പകരം ഞങ്ങളെപ്പോലത്തെ ആൾ കോട്ടയം നിൽക്കുമ്പോൾ അതിനെയും തടഞ്ഞു MK കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ. നിങ്ങളുടെ കണ്ണൂർ നീയില്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. അപ്പോൾ UDF-ൻ്റെ ആളുകൾ ഞങ്ങളൊക്കെ കുന്നംകുളത്ത് പോയിരുന്നുവെങ്കിൽ ജോൺ അന്ന് വലിയ ആളുമായിരുന്നു. അപ്പോൾ അത് UDF അല്ല, അതിനകത്ത് പങ്ക് CMB-യിൽ നിന്ന് CPM-ലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകളാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും വരാൻ പോവുകയാണ്. ഇത്തവണ CP ജോണിനെങ്കിലും ഒരു ജയസാധ്യതയുള്ള സീറ്റ്, അത് CMB-യുടെ ആവശ്യം. നമ്മൾ പറഞ്ഞത് നമ്മളുടെ മൊത്തം വിലയിരുത്തൽ നടത്തിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ UDF നേതൃത്വത്തോട് 3 സീറ്റിന് പറഞ്ഞിട്ട് നേരത്തെ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജോണിനെ പോലുള്ള ഒരാൾക്ക് സാധ്യതയുള്ള ഇപ്പം നെന്മാർ അത് നമുക്ക് നീക്കിവെക്കപ്പെട്ട സീറ്റാണ്. നമ്മുടെ വിജേഷം നേരത്തെ മത്സരിച്ചതാണ്. CPM-ൻ്റെ ഒരു വലിയ സെറ്റ്. അതേതുപോലെ ആറന്മുളയിൽ അല്ല, പുനലൂരിൽ MBR പോയത്. പുനലൂരിൽ തോട്ടം എന്ന് പറയുകയാണെങ്കിൽ CAT-യുമായി TC പിന്നെ വേറൊരു UDF-ൻ്റെ പുഷ്കരകാലത്ത് ഒരു UDF തോറ്റ മണ്ഡലം പുനലൂർ. അവിടെയാണ് MBR പിന്നെ പോയി മത്സരിച്ചത്. അപ്പോൾ ഇപ്പോഴും MBR ജോണിനെ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ജോണിനല്ല, CMB-ക്ക് അർഹമായ സ്ഥാനം നൽകിയിട്ടില്ല എന്നുള്ള ഫീലിംഗ് ഉണ്ട്. അത് നൽകുന്ന UDF അംഗീകരിക്കുന്നുണ്ട്. UDF അംഗീകരിച്ചില്ല. അദ്ദേഹം നമ്മുടെ 40-ാം വാർഷികത്തിന് ഉദ്ഘാടന സമ്മേളനത്തിൽ ഓപ്പണായി പാലോട് രവി DCC പ്രസിഡന്റായിട്ടാണ് അന്ന് വൈകുന്നേരം ഇങ്ങനെ രാജിവെച്ചു. പിന്നെ നമ്മുടെ UDF കൺവീനർ അടൂർ പ്രകാശ് പത്രക്കാർ. അതിനു മുമ്പ് കഴിഞ്ഞ വർഷത്തെ MBR-ൻ്റെ അവാർഡ് കൊടുക്കുന്നതിന് തിരുവനന്തപുരത്ത് പോയപ്പോൾ ആ അവാർഡ് നമ്മളെ ഇവർക്കായി കൊടുത്തത് സുഗതമായി. ആ ഘട്ടത്തിലുള്ള ഇതിൽ മസ്കറ്റ് ഹോട്ടലിൽ ചേർന്ന ആ യോഗത്തിൽ ഈ സതീശൻ അന്നും പറഞ്ഞു. അപ്പോൾ സതീശൻ ഈ CMB-യുടെ യോഗങ്ങൾ വരുമ്പോൾ അയാൾക്ക് അത് തിരിയുന്നു, അത് ഗുണകരമായി മാറും. ഇപ്പോൾ UDF-ൻ്റെ അകത്തുള്ള എല്ലാ ആളുകൾക്കും CMB-യുടെ ഒരു രാഷ്ട്രീയം അതിൻ്റെ ഒരു ഉള്ളവർ കേഡറാണ് എന്നവർ അംഗീകരിച്ചു. ആദ്യമേ അംഗീകരിച്ച ഒരാൾ സുധാകരനാണ്. UDF സ്പ്ലിറ്റ് വന്നപ്പോൾ CMB സ്പ്ലിറ്റ് വന്നപ്പോൾ CMB-യെ ഈ ഭാഗത്തെ എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ എടുക്കണമെന്ന് ശക്തിയെ വഹിച്ചാണ് സുധാകരൻ.
പക്ഷേ ഉമ്മൻചാണ്ടി സാർക്ക് മനസ്സിലായി കേരളം മുഴുവൻ അങ്ങേർക്ക് 2 രീതി കിട്ടും. ഒന്ന് കോൺഗ്രസ് സംഘടനാ രീതിയും കിട്ടും, പോലീസ് മെഷീനറിയും കിട്ടും. അങ്ങനെ നമ്മളോട് ഓഫീസ് തർക്കങ്ങൾ വന്നപ്പോൾ ആരൊക്കെ അയാളെ കൈവശം വെക്കുന്നു അതെല്ലാം ഇരിക്കട്ടെ. അങ്ങനെയാണ് കണ്ണൂരെല്ലാം നമ്മൾ അത് പിന്നെ വിളംബരം വെച്ച് പിടിച്ച് അതാ ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലെ ഭൂരിപക്ഷം. ഈ 3 സീറ്റ് വേണം എന്ന് ആവശ്യപ്പെടുന്നത് ഏതൊക്കെ സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത്? അത് നമ്മൾ പൂർണ്ണമായും നിന്നിട്ടില്ല. ഒന്ന് തിരുവനന്തപുരത്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മിഡിൽ അപ്പർ ക്ലാസ് വിദ്യാസമ്പന്നരുടെ മേഖലയിൽ ജോൺ പറ്റും എന്നതാണ് തിരുവനന്തപുരം സീറ്റ്. തിരുവനന്തപുരത്ത് അത് തിരുവനന്തപുരം പൊതുവെ ഒരു എഡ്യൂക്കേറ്റഡ് മിഡിൽ അപ്പർ ക്ലാസിൻ്റെ ഏരിയയിൽ ജോണിനെ കുറിച്ച് നല്ല മതിപ്പുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ള നെന്മാറയുണ്ട്, അതുപോലെ തന്നെ വേറെ ഒരു സീറ്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ഫൈറ്റ് ചെയ്യാൻ ജയിക്കാൻ ഉറപ്പുള്ള സീറ്റ് ഉണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഏത് സീറ്റ് എങ്ങനെ മതി. അത് EMS ഒരു വാചകം നമ്മൾ പഠിച്ചത് മറ്റുള്ള കല്യാശ്ശേരി ഉൾപ്പെടെ. അതെന്താ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ EMS തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിജയിക്കാനല്ല, ആ ക്ലാസ്സൊക്കെ കേട്ടതാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമരത്തിന് ഭാഗം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ. അത് തന്നെയാണ് CMPയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെങ്കിൽ എല്ലാ കല്യാശ്ശേരിയിലും ബാബുശ്ശേരിയിലും എല്ലാം മത്സരിക്കാൻ തോന്നും. ഇപ്പോഴും മത്സരിക്കുന്നുണ്ട് എല്ലാ സൈറ്റിലും. അത് രാഷ്ട്രീയ സമരമായിട്ടാണ്. ഈ കണ്ണൂരിലും ഒരു സീറ്റ് CMPക്ക് ആവശ്യപ്പെടാവുന്നതാണ് ശരിക്കും ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും കയറി മത്സരിക്കാനുള്ള സാമ്പത്തികമല്ലേ, അത് നമ്മളെ വലിയ പ്രശ്നമാണ്. അഴീക്കോട് നിങ്ങളുടെ സീറ്റായിരുന്നു. അഴീക്കോട് ഇപ്പോൾ അത് പിന്നെ മണ്ഡലം മാറിയ ഉടനെ അവർ വന്നു. പിന്നെ ഷാജിക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്തു. ഒരു കാരണവശാൽ ഏറ്റവും വാശി കാണിച്ചത് നമ്മൾ നികേഷ് മത്സരം. കാരണം നമ്മളെ വഞ്ചിക്കാൻ ഒരു വർക്കും ഇല്ലാതിരിക്കാണ്ട് അപ്പുറത്തെ ചാരപ്പണിയെടുത്ത ഒരാളാണ് നികേഷ്. MV രാഘവന്റെ മകനാണ് MV നികേഷ് കുമാർ. ആ MV നികേഷ് കുമാറിനെ നിങ്ങൾക്ക് ഒപ്പം നിർത്താൻ കഴിയാതെ MV നികേഷ് കുമാർ അവന്റെ സാധാരണത്തിന് പേര് ഒരു വലിയ പൊളിറ്റീഷ്യൻ ഒന്നല്ല അല്ല. ഇപ്പോഴും അവൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ മാറിവാനിയസ് കോളേജിൽ സ്വതന്ത്രനായിരുന്നു. പിറ്റേത്തെ വർഷം ഇവൻ KSUവിൻ്റെ ആളായി. അതും കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ നേരെ പോകുന്നിടത്തൊക്കെ. അതുകൊണ്ട് വ്യക്തിഗതമായി പറയുന്നില്ലെങ്കിലും നികേഷ് ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്നാണ് എൻ്റെ പാണ്ഡിത്യം ഉണ്ടാവും. പാണ്ഡിത്യം ഉള്ളത് കൊണ്ട് മാത്രം പൊളിറ്റിക്കൽ ഫീൽഡാവുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ പറശ്ശിനിക്കടവിൻ്റെ 10-15 വർഷക്കാലത്തെ ഇത് നോക്കിയാൽ അറിയാം നികേഷ് കുമാർ ഒപ്പിട്ടില്ല. പിന്നീട് ഒപ്പിട്ടിട്ടൊന്നുമില്ല. ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഗിരീഷ് ഇതായിരുന്നു. അപ്പോൾ ആ ഒരു കുടുംബത്തെ ഒന്നടങ്കം കുടുംബത്തിൽ ഗിരീഷ് നമ്മളെ കൂടി കഴിഞ്ഞില്ല എന്നുള്ളതൊരു വീഴ്ച തന്നെയല്ലേ? നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം അവരാരും നേരത്തെയും പൊളിറ്റിക്കൽ ഫീൽഡിലുള്ളവരില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല MVRന്റെ കുടുംബം. പക്ഷേ MVRന്റെ ബന്ധുക്കൾ മഹാഭൂരിപക്ഷം പാപ്പിശ്ശേരിയിൽ CMPന് പോയി. ഈ പറയുന്ന ഷാജിയെ അനുഗ്രഹിച്ച ദച്ചൂട്ടിയെടുത്ത് ലക്ഷ്മി എന്നാ പേര്, ദച്ചൂട്ടിയെടുത്ത് നിന്നാണ് നാട്ടുകാർ നമ്മളൊക്കെ വിളിക്കും. MVRന്റെ സഹോദരി. ആ ദച്ചൂട്ടിയെടുത്ത് ഈ ഉൾപ്പെടെയുള്ള അവരുടെ മക്കളും കുടുംബവും മറ്റു ആളുകളും ഒക്കെ പാപ്പിശ്ശേരിയിൽ ഞങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് MVRന്റെ ഈ 2-3 മക്കൾ അവരുടെ ആവശ്യത്തിന് പോയി എന്നല്ലാതെ കുടുംബാകെ പോയിട്ടില്ല. അതിലൊരു വാചകം ദച്ചൂട്ടിയെടുത്ത് പറഞ്ഞവരാണ്. വോട്ടിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോയി ഷാജിക്കെതിരെ. ഷാജി വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനേക്കാൾ മുമ്പിൽ പോയി. അപ്പോൾ പത്രക്കാർ നിങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല, കുത്തി വളച്ചും തിരിച്ചുള്ള ആ സ്ത്രീയോട് കുറേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ കാണുന്ന തറയുണ്ട് അത് കത്തി വെണ്ണീറാന്ന് ഞാൻ കണ്ടതാണ്, ഇവർ മാത്രമേ ഞാൻ പറ്റൂ. അത് അവൻ്റെ വീടാണെന്ന് അവനറിയാത്തത് എൻ്റെ വീട്ടിലാണ് കണ്ണൂരിലെ പത്രക്കാരെ സാക്ഷ്യപ്പെടുത്തിച്ച്. അതുകൊണ്ട് നിങ്ങളാരും കൂട്ടി ഞാൻ ഷാജിക്കേ ചെയ്യുള്ളൂ. എന്തുകൊണ്ട് ഇതായി ബന്ധരിഞ്ഞ അത് എന്നോട് മറ്റേ നിങ്ങളെ ഇവരില്ല എന്നേനും ഇന്ത്യ വിഷന എന്നല്ല ഇപ്പോഴത്തെ നമ്മുടെ സുനിലെല്ലാം വർക്ക് ചെയ്യുന്ന മീഡിയ വണിൻ്റെ 2 മണിക്കൂറുണ്ട് 25,000 ലൈക്ക് അടിച്ചു അവർക്ക് ആ ഒരൊറ്റ ഇൻ്റർവ്യൂ അല്ല ആ ഇത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും പിണറായി എന്ന ഒരു ടാഗ് ലൈനോടെ LDF പ്രചരണം നടത്തിക്കഴിഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റ് രീതി അല്ലെങ്കിൽ കൂടി ഒരു തരത്തിലും CPM അല്ലെങ്കിൽ ഇടതുപക്ഷം അത്തരത്തിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി CPM-ലില്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയുമല്ല. പക്ഷേ ഇത്തവണ CPM-ന്റെ നേതാക്കളോടൊക്കെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അവറിൽ തന്നെ നിരവധി CPM നേതാക്കൾ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. ആ നേതാക്കളൊക്കെ തന്നെ പറയുന്നത് 3ാം വട്ടവും പിണറായി തന്നെ എന്നവർ ശക്തമായി വാദിക്കുകയാണ്.
അവർ ആത്മവിശ്വാസത്തോടുകൂടി LDF മുന്നോട്ട് പോവുകയാണ്. വീണ്ടും LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന്. UDFിൻ്റെ ഒരു ആത്മവിശ്വാസം എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഭരണം കിട്ടാൻ കഴിയുന്ന ഒരു അവസ്ഥ UDFിന് ഇപ്പോഴുണ്ടോ? പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട ഒരു കാലഘട്ടമാണ് രണ്ടാം പിണറായി സർക്കാർ. വ്യക്തിഗതമായി നോക്കിയാൽ തന്നെ പിണറായിയുടെ ഇമേജ് ഒരുപാട് തകർന്നു. ഞാനൊക്കെ കണ്ടിരുന്ന ഒരു പിണറായി അല്ല ഇന്ന് വാർത്താമാധ്യമങ്ങളിൽ കാണുന്ന പിണറായി. അവിടെ CPM അണികളിൽ അതിനപ്പുറം പറയാൻ ആളില്ലാത്തതുകൊണ്ട് അവർക്കതേ പറയുള്ളൂ. ഇപ്പുറത്തെ ഇഷ്ടം പോലെ ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടക്കും. ഇനി 7 തവണ തുടർച്ചയായി ഭരിച്ച ബംഗാൾ പാർട്ടി ബ്രാഞ്ച് സമ്മേളനം ചേരാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. ഇപ്പോൾ CPMൻ്റെ അകത്ത് നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ മാത്രമല്ല, അഴിമതിയും പ്രശ്നങ്ങളൊക്കെ വരുന്ന സ്റ്റീം റോളർ കൊണ്ട് പൊത്തിവെക്കുന്നു. അല്ലെങ്കിൽ കണ്ണൂർ പോലുള്ളൊരു പാർലമെൻറ്റ് സീറ്റിൽ സുധാകരനെ പോലത്തെ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. എന്നോട് പല CPM പറഞ്ഞാ പിണറായിയോട് ഏറ്റുമുട്ടാൻ സുധാകരനെ പോലെ നെഞ്ചൂക്കുള്ള ഒരാൾ വേണമെന്ന്. അപ്പം ഞാൻ നിങ്ങൾ വോട്ട് ചെയ്യുമോ? ഇവർക്ക് കൗണ്ടിങ് കഴിഞ്ഞിട്ട് ഭയങ്കര ഭയാശങ്കയാണ്. ഞാൻ നിങ്ങളുടെ വോട്ട് ചെയ്തിൻ്റെ റെക്കോർഡ് 1 ലക്ഷം ജയിക്കുന്നു. നമ്മളെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് അയാളുടെ. പാർലമെന്റിലെ അല്ല, പക്ഷേ അല്ല, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. കേരളത്തിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ളത്, സർവീസ് കമ്മീഷന്റെ പരീക്ഷാ പേപ്പർ ചോർത്തിക്കൊണ്ടുപോയി ഗോണ്ടാമുറിയിൽ നിന്ന് ഉത്തരം എഴുതിയത്, കാര്യമില്ല. അത് ഒരു വലിയ എമൗണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇപ്പോൾ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പിലും ഇനി ചേലക്കര തോറ്റപ്പോഴും UDFിൻ്റെ വോട്ടിംഗ് സ്ട്രെങ്ത് കൂടുകയാണ് ഉണ്ടായത്. ആളുകളുടെ മനസ്സിൽ ഇവരുടെ ഒരു ധിക്കാരപരമായ സമീപനത്തിലും ഇപ്പോൾ ക്ഷേമനിധി നിർമ്മാണ തൊഴിലാളികളുടെ 20 ലക്ഷം അവരുടെ ക്ഷേമനിധി കൊടുത്തത്. ഇപ്പോൾ സാമ്പത്തിക രംഗം എന്താ കേരളത്തിൻ്റെ? സാമ്പത്തികമായി പഠിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഒരുപാട് CPMൻ്റെ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്തിട്ടും CMB MBR കാലത്ത് ഒരുപാട് ക്ലാസ്സുകൾ നടത്തിയിരുന്നു. ഞങ്ങൾ അതിന് ശേഷവും നടത്തിയിരുന്നു. അതിലൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്തിന് നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവിന് ഞാനും ജോണും കൂടി എറണാകുളത്ത് വെച്ചത്. ആ സാമ്പത്തിക സ്ഥിതി അവർ ഓരോ സ്റ്റേറ്റിൻ്റെയും അവർക്കൊരു ഗവേഷണ സ്ഥാപനമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു മനസ്സ് മൊത്തത്തിൽ LDFന് അതിനേക്കാളേറെ CPMനെതിരാണ്. അത് ഗോവിന്ദൻ മാഷെ കുറിച്ച് പോലും വലിയ പണ്ഡിതനാണെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ കളി കാണുന്ന ആളെന്ന നിലക്ക് ഞാൻ തന്നെ ഒരു തവണ ഗോവിന്ദൻ മാഷോട് ഫുട്ബോൾ കളി കാണുന്ന ആൾക്കെ ഓഫ് സൈഡാണോ ഫോളാണെന്ന് മനസ്സിലാക്കി കളിക്കുന്ന ആൾക്കല്ല ചെയ്യായിരിക്കും. അതുകൊണ്ട് തിരുത്തുന്നതാണ് നല്ലത്. അതുകൊണ്ട് LDFനെതിരായ ഒരു വലിയ ജനവികാരം ഈ കേരളത്തിൻ്റെ അകത്തുണ്ട്. അതിനാ UDF ഇപ്പോൾ കൊണ്ടുപോകും പോലെ ടീം UDF സതീശിൻ്റെ പകരം അതാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു ടീം UDF ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ശരിക്കും. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഞാൻ UDFിൽ വരുമ്പോൾ അന്ന് SR ആന്റണി, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, NR ആണ് പ്രസിഡന്റ്, SR ആന്റണിയാണ് വർക്കിംഗ് പ്രസിഡന്റ്. അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന പണി അത്രയും സ്പീഡിൽ ചെയ്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഇടതുപക്ഷക്കാർ ജീവിച്ചിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. കാലഘട്ടം മതി. ഇപ്പോഴത്തെ സതീശൻ്റെയും UDFിൻ്റെയും കുഞ്ഞാലിക്കുട്ടി സാഹിബും സതീശനും അതുപോലെ CP ജോണും അതുപോലെ രമേശ് ചെന്നിത്തലയും എല്ലാം ഒരു ടീമായി നിന്നതുകൊണ്ടല്ലേ ഈ ബൈ ഇലക്ഷനിലും മുന്നോട്ട് വന്നത്. അതുകൊണ്ട് UDFിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് സമയം അധികം എടുക്കും. LDFുമായി ഒറ്റയടിക്ക് തീരില്ല. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ താഴെത്തട്ടിൽ വരെ എൻ്റെ അനുഭവത്തിൽ ഈ കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ പോലും ഇത്രയേറെ തയ്യാറെടുത്തിട്ടുള്ളത് ഇതിനു മുമ്പുണ്ടായില്ല. ഞാൻ ഈ UDFിൽ വന്നതിന് ശേഷമുള്ളതാണ് 90കൾ മുതലുള്ള. ഇപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ഈ പഞ്ചായത്തിൽ കണ്ണൂർ എന്ത് സംഭവിക്കുന്നില്ല. പക്ഷെ കണ്ണൂർ ജില്ലയിൽ പോലും സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പെങ്കിൽ ബലാബലത്തിലെത്തും UDF LDF. പല സ്ഥലത്തും എന്താ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എനിക്കറിയാം. പല പഞ്ചായത്ത് CPMൻ്റെ ഓരോ കേന്ദ്രങ്ങളിലും പഞ്ചായത്തുകൾ ഭയപ്പെടുത്തിയിട്ടൊക്കെ എങ്ങനെ നിർത്തുന്നു. ഈ കഴിഞ്ഞ തവണ കണ്ണൂരും അഴീക്കോടും പരാജയപ്പെടാൻ എന്താണ് കാരണം? കണ്ണൂരും അഴീക്കോടിൽ ആദ്യം ഷാജി ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഒരു പരാജയ ഭീതി KM ഷാജിക്ക് ഉണ്ടായി. അല്ല, ഷാജി അവിടെ ഉറപ്പിച്ച് നിൽക്കുന്നതിന് പകരം വേറെ അടുത്തേക്ക് മാറും എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം കണ്ണൂരിൽ സ്ഥിരമായി CPMമായി ഏറ്റുമുട്ടുന്നൊരു ഫൈറ്ററാണ് ഷാജി. ലീഗിൻ്റെ അകത്ത് CPMനോട് ഏറ്റുമുട്ടുന്ന ഒരു പുതിയ ചെറുപ്പക്കാരിൽ ഒരു ഫൈറ്ററാണ് ഷാജി.
ഷാജിയെ പറ്റി ഞാൻ പലപ്പോഴും രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങളൊക്കെ ഇവരോട് രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളാണ്. അത് ഷാജിക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നല്ലോ നമ്മളെ ടികേഷ്. പറഞ്ഞല്ലേ ഇവർ കെട്ടിപ്പൊക്കെ അതിനെ പൊളിക്കാൻ നമ്മൾ ആവുന്ന ഞാൻ ഉൾപ്പെടെ ഫീൽഡിൽ കയറി. നമ്മുടെ CMBയിലെ ടീം അഴീക്കോട് കൊണ്ടുവരുന്ന നല്ല ടീമാണ്. മാണിക്കര ഗോവിന്ദൻ അതുപോലുള്ള കുറേ ആളുകൾ ഉണ്ട്. KK എന്നാണ് മരിച്ചുപോയത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഡോക്ടർ ഭാസ്കരൻ നമ്മുടെ വർഷനിയിലെ പ്രിൻസിപ്പളായി പോയ അങ്ങനെ നല്ല ടീം വർക്ക് ചെയ്തുകൊണ്ട് അന്ന് ഷാജി ജയിച്ചു സെക്കൻഡ്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിൽ ആ നിരക്കുള്ള ഒരു കോർഡിനേഷൻ വേണ്ടത്ര വന്നില്ല. സംഭവിച്ചെന്താ അത് ഈ വിലയിരുത്തിയിട്ടുണ്ടാവില്ലേ? അത് വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ. വിലയിരുത്തിന് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ഷൻ്റെ വർക്കിൽ 2 കാര്യം. ഒന്ന്, വോട്ടർ പട്ടിക CPM നേരത്തെ റെഡിയാവും. UDF ഇലക്ഷൻ്റെ ഓളം സൃഷ്ടിച്ചിട്ട് വോട്ടർമാരെ ബൂത്തിലെത്തില്ല. മറ്റിടത്ത് അതല്ല, കേരളമാണ്. അപ്പോൾ ആ കേരളിസത്തിലൂടെ തന്നെ വേണം. കേരളത്തിൽ UDF നേരിടുന്ന വലിയ പ്രശ്നം 2 കേഡർ പാർട്ടികളും BJPയും CPM. അതിന് മൂന്നാമതൊന്നും നേരിടണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും ലീഗും. ലീഗിന് കുറേ കൂടി കേഡറിൻ്റെ ഇതുണ്ട്, അവർ പറയുന്ന കാര്യം ഒക്കെ. പക്ഷെ അവരെ കേന്ദ്രത്തിൽ മാത്രം ഒതുക്കാതെ ലീഗിന് സ്വാധീനമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അതേ സ്പിരിറ്റോടെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു വർക്ക് അഴീക്കോട് ലീഗിന്റെ ഭാഗത്ത് അന്നല്ല, ഇപ്പോഴുണ്ട്. കഴിഞ്ഞ തവണ വേണ്ടത്ര പോരാന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. ലീഗല്ല, ലീഗ് എന്നുള്ള UDF ആ നിലക്ക് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ജയിക്കും, ഷാജിയാണ്. അന്ന് സുമേഷ് നമ്മളെ ഇപ്പോഴത്തെ സഖാവ് പിന്നെ അത്ര ഒരു ഗ്ലാമർ താരമൊന്നും അല്ലല്ലോ. പിന്നെ സുമേഷിൻ്റെ ഒരു രീതിയുണ്ട്, അതുകൊണ്ടാണല്ലോ സുമേഷിനെ മനസ്സിലാക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. നാരോ മാർജിനായിട്ട് സുമേഷ് ജയിച്ചതിൽ അതിൽ ജാതി സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ പോയ പല സ്ഥലത്തും നമ്മളെ ആളുകളോട് പോലും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാഷ്ട്രീയമാണ്, അതുകൊണ്ട് നിങ്ങൾ ജാതി പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വരണ്ടെന്ന്. ഞാൻ ആളെ വരുന്നുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ അടുത്ത് വരെ പോയി. ചിലരൊന്ന് വിളിച്ചു പറഞ്ഞു നമ്മളൊരു ചെറിയവനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, നിങ്ങളത് സഹായിക്കണം എന്ന്. അത് രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞ് രാഷ്ട്രീയമാണെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞു. ഇതിലെ DYFയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് എന്നെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം കണ്ണൂർ കോൺഗ്രസിൻ്റെ അകത്തുള്ള കുഴപ്പം. ഒരു തരത്തിലും കോൺഗ്രസ് നല്ല വിശ്വാസമായിരുന്നു സതീശൻ. സതീശൻ എന്നോട് ഞാൻ അന്ന് ജോണിൻ്റെ കൂടെ അവിടെ ആയതുകൊണ്ട് ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞ കുഴപ്പമൊന്നും ആവില്ല, എന്തായാലും ഇപ്രാവശ്യം കവർ ചെയ്ത് പോവും എന്നാണ്. പക്ഷേ അതിന് മുമ്പ് തൊട്ട് അതേ 1200 കൊണ്ടാണ്. അപ്പോൾ അതിൽ വെൽ പ്ലാൻഡായ ഒരു വർക്ക് നടന്നിട്ടുണ്ട്. അത് ഞാൻ വേറെ ആരും കുറ്റം പറയില്ല, അത് ആര് എന്ന് കോൺഗ്രസ്സാണ് കണ്ടുപിടിക്കുന്നത്. ഞാനത് കോൺഗ്രസിൻ്റെ കമ്മീഷൻ്റെ മുമ്പ് ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങളത് ആഴത്തിൽ പഠിക്കണം. വേറെ ഘടകകക്ഷികളൊന്നുമില്ല. കണ്ണൂർ പോലുള്ളൊരു മണ്ഡലം കൈവിട്ടു. അതിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ ഒരു തന്മയത്വമുണ്ട്. അതുകൊണ്ട് സതീശ മോശമായിട്ടില്ല. അതിന് ഈ ചില ആളുകളെ ഉപയോഗിച്ച് ഏറ്റവും സമർത്ഥമായി ക്രോസ് വോട്ട് ചെയ്യാൻ അറിയുന്നവർ കോൺഗ്രസിലെ ഗ്രൂപ്പുകാരാണ്. അങ്ങനെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്, ചിലപ്പോൾ നടന്നിട്ടുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിന് പിന്നിൽ ആരാണ് എന്നതിന് ആ പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടോ? അവർ പറയട്ടെ, ഞാൻ പറയുന്നില്ല, അവർ പറയട്ടെ. അറിയോ ആരാണെന്ന്? അറിയോ ആരാന്ന്? ആരെയും ഞാൻ ഇപ്പോൾ പേരെടുത്ത് പറയാനോ എന്നാൽ അതിൽ അങ്ങനെ നടന്നത്. അത് വേറെ ഒരു ഘടകകക്ഷിയും കുറ്റം പറയുന്നില്ല. ലീഗൊക്കെ മാക്സിമം വർക്ക് ചെയ്തു, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പരമാവധി വർക്ക്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ക്രോസ് വോട്ടിംഗ് ഒക്കെ ചിലപ്പോൾ നടന്നു, അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് തടയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ പരാജയമാണ് നമ്മൾ അംഗീകരിച്ചേ പറ്റും. തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടായ ഒരു പരാജയത്തെ നമ്മൾ വില കുറച്ച് കണ്ടില്ല. അത് അത്രയും സീരിയസോടെ കണ്ടാൽ ഈ UDF അതിനുശേഷം UDF കമ്മിറ്റികളൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ, പങ്കെടുത്തിട്ടുണ്ടാവും. അതിലൊക്കെ ഈ അഭിപ്രായമുണ്ട്. നമ്മളെ ആരും കുറ്റം പറയണ്ട, അത് നിങ്ങൾ തന്നെയാണ് സ്വയം പരിശോധിക്കേണ്ടത് എന്ന് കോൺഗ്രസിനോട്. ലീഗിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച അതിലുണ്ട്? ലീഗിന്റെ വീഴ്ച ഉണ്ടായത് എനിക്കൊന്നുമില്ല. 2 തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നം. അതിപ്പോ പണ്ട് മുല്ലപ്പള്ളി 2000 വോട്ടിന് തോറ്റു, ശ്രീമതിയോട് 2000 എത്രയായിരുന്നു 3000 വോട്ടിന് തോറ്റപ്പോൾ ലീഗിന്റെ വീഴ്ച എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഞാനത് പറഞ്ഞു 7 മണ്ഡലത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ ലീഗിൻ്റെ കേന്ദ്രങ്ങൾ 10% വോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഭയങ്കര ആവേശത്തിൽ വരും. വയ്യ നോക്കുമ്പോൾ തിരിയാൻ 100-150 വോട്ടിൽ ചെയ്യും. അത് അവരുടെ ഒരു ശൈലിയാണ്, അല്ലാതെ ബോധപൂർവം വരുന്ന ഒരു രീതി. കണ്ണൂരൊന്നുമില്ല. എന്നാൽ തന്നെ ഇവരുടെ ഈ CPM ഭരണം പിടിക്കണമെങ്കിൽ കണ്ണൂർ UDFന് കിട്ടണം, അഴീക്കോട് UDFന് കിട്ടണം. കണ്ണൂരിൽ ഈ 2 സീറ്റെങ്കിലും മിനിമം അതായത് പിടിക്കണം. ഇത് തളിപ്പറമ്പും പിടിക്കണം.
അതൊക്കെ ഒരു വ്യാമോഹം പോലും നമുക്ക് പറയാം. പക്ഷേ ഈ 2 സീറ്റ്, അതായത് UDFന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന സീറ്റുകളാണ്. ആ സീറ്റുകൾ എന്ത് ചെയ്യേണ്ടി വരും? പിടിക്കാൻ അത് ഇലക്ഷൻ സ്ട്രാറ്റജി ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് ശരിയില്ല. അത് നമ്മൾ പരമാവധി വോട്ട് ചേർക്കാനും അതിന്റെ രീതിയിലേക്കും സമാധാനപരമായ പോളിങ്ങിനും സ്ഥാനാർത്ഥി അതിൽ നിർണായകമല്ലേ? സ്ഥാനാർത്ഥി നിർണായകമാണ്. അത് ഏത് പാർട്ടി സ്ഥാനാർത്ഥിയെ ചെയ്യുമ്പോൾ അവർ വെൽ നോൺ പേഴ്സൺ ആയിരിക്കണം, അവരുടെ ഇത് വേണം, ഒക്കെ ഇമേജൊക്കെ പേഴ്സണൽ ക്യാരക്ടർ വളരെ പ്രധാനമാണ്. ഇപ്പോൾ മറ്റൊരു ചർച്ച നടക്കുന്നത് കണ്ണൂരും അഴീക്കോടും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറണം എന്നുള്ളൊരു ചർച്ച UDFൽ ലീഗ് ആവശ്യപ്പെടുന്നത് കണ്ണൂരാണ്. കണ്ണൂർ സീറ്റിൽ ലീഗ് മത്സരിച്ചാൽ ജയിക്കും, അഴീക്കോട് കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കും. ഈ രീതിയിലുള്ള ഒരു ചർച്ച സജീവമായി നിൽക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ ഒരു UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൽ PR പ്രസിഡന്റായ അവസരത്തിൽ ഞങ്ങൾ മത്സരിച്ച അഴീക്കോട് സീറ്റ് പിടിച്ചു വാങ്ങി. അതിൽ രഞ്ജിത്ത് നാടാർ അന്ന് ഞങ്ങൾ തന്നെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് ജയിക്കുമായിരുന്നു. പിടിച്ചു വാങ്ങിയിട്ട് അവർ ജയിച്ചില്ല. ഞങ്ങളാരും വർക്ക് ചെയ്യാത്തതുകൊണ്ടല്ല, കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് തോപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പം ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ജയിച്ചേ പറ്റൂ, ജയിക്കണം. ഈ 2 സീറ്റിന് പുറമെ ആത്മവിശ്വാസമുള്ള മണ്ഡലങ്ങളിൽ CPMന്റെ അകത്ത് അടിയൊഴുക്കുകൾ ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അല്ല, ഈ 2 വെച്ചു മാറണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് മുന്നേ തീരുമാനിക്കട്ടെ. അതിനെക്കുറിച്ച് ഞാൻ ലീഗ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇതുവരെ നമ്മോട് പറഞ്ഞിട്ടില്ല. ഞാൻ അഴീക്കോട് മണ്ഡലത്തിൽ തന്നെയാണ് ലീഗിൻ്റെ ആളുകളെ സംസാരിക്കുമ്പോൾ അത് വെക്കുന്നത്. അവരുടെ കമ്മിറ്റിയിൽ ആരെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് അവരുടെ ആളുകളോട് ചോദിക്കുമ്പോൾ അവർക്കറിയാം സിറ്റിംഗ് സീറ്റൊന്നും R ശങ്കർ മുതൽ നിൽക്കുന്നൊരു പാരമ്പര്യം കോൺഗ്രസിന് കണ്ണൂരുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അത്ര പെട്ടെന്ന് വിട്ടിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതിൽ ജയസാധ്യത എങ്ങനെയാണ് ലീഗ് പറയുന്നത്? അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ജയസാധ്യത ഒരുപോലെ. കണ്ണൂരിനകത്ത് കണ്ണൂർ മാത്രം നിൽക്കുന്നുണ്ടെന്നാ. ഇപ്പോൾ K. സുധാകരൻ MP സ്ഥാനം ഒഴിവായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊരാവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരിക്കണം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ ഇവരെ മത്സരിപ്പിക്കാൻ പാടില്ല. പാർലമെന്റിൽ മത്സരിച്ച് നാഷണൽ പൊളിറ്റിക്സിൽ കോൺഗ്രസിനൊരു ഇമേജ് ഉണ്ടാക്കുന്നതിന് മുഖ്യ പങ്ക് വെച്ചതാണ് കേരളം. അതിൽ ഈ കേരളത്തിൽ കോൺഗ്രസ് പുട്ടപ്പ് ചെയ്ത കാൻഡിഡേറ്റ്സ് എല്ലാം പ്രബലന്മാരും ശക്തന്മാരും. ഇനി നമ്മളെ ഇടുക്കി ഇവൻ്റെ ഡീൻ കുര്യാക്കോസ് നമ്മളെ CMP വന്നു. അയാൾ സെക്കൻഡ് എത്തുമ്പോഴേക്കും നല്ല ജനങ്ങളോടുള്ള അയാളുടെ നേച്ചർ ഇതാണ്. ഇപ്പോൾ 1-2 ഇൻ്റർവ്യൂ അടുക്കാത്ത അങ്ങോട്ട് നല്ല പൊളിറ്റിക്കൽ കേരളമായിട്ടാണ് അയാൾ സംസാരിച്ചത്. അപ്പോൾ MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. MP-മാർ മത്സരിക്കണോ വേണ്ടിയോ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ സുധാകരൻ ഇവിടെ മത്സരിച്ചാലേ ജയിക്കൂ എന്ന ആ ഒരു ഇതില്ല. സീറ്റ് പിടിക്കണമെങ്കിൽ സുധാകരൻ മത്സരിക്കണം എന്ന രീതിയിലേക്ക് ചർച്ച വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനത് പറയില്ല. ഞാൻ മുന്നണി രാഷ്ട്രീയത്തിനെ കൂടി സുധാകരൻ ഇല്ലെങ്കിലും ജയിക്കാൻ കഴിയണം. അത് ഇതിലെ കോൺഗ്രസിൻ്റെ വീക്കാണ്. അതുകൊണ്ട് സുധാകരൻ ജയിച്ചില്ലേ CPMന്റെ കോട്ടയിൽ. സുധാകരൻ പാർലമെന്റിൽ മത്സരിച്ച 3 ഘട്ടത്തിലും അദ്ദേഹത്തോടൊപ്പം നിഴൽ പോലെ നിൽക്കുന്ന ഒരാളാണ്. CPMന്റെ ഓരോ കേന്ദ്രത്തിൽ പോകുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷൻ. പക്ഷേ ഈ പാർലമെന്റ് സീറ്റിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കി നിയമസഭയിലേക്ക് പോയാൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകും? പാർലമെന്റ് സീറ്റിന്റെ പാർലമെന്റിലെ ഈ വോട്ടിംഗ് പാറ്റേൺ, ഈ ആത്മവിശ്വാസം, അതായത് തളിപ്പറമ്പിലടക്കം 8000 വോട്ടിന്റെ ലീഡാണ്. ഇത് വെച്ച് തളിപ്പറമ്പിലടക്കം ഞങ്ങൾ ജയിക്കും, അമിതവിശ്വാസം ഉണ്ടാകരുത്. വളരെ സിസ്റ്റമാറ്റിക്കായ വർക്ക് നടക്കണം. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് എതിരാളി CPM ആണ്, BJP ഉണ്ട്. പഴയ പോലെയല്ല. ഞങ്ങൾ ജോണിൻ്റെ കുന്നംകുളത്ത് 2ാമത് ഏറ്റവും കുറഞ്ഞ വോട്ടിന് തൃശ്ശൂർ ജില്ലയിൽ തോറ്റ ജോണാണ്. അന്ന് 7000 വോട്ടിനാണ് വെച്ചു ഏറ്റവും കുറഞ്ഞ, ബാക്കിയെല്ലാം 20,000. അന്ന് ഞാൻ ജോണും ഒരു സർവേ നടത്തി, ഞങ്ങൾ ഒരു ഏജൻസിനെ കൂടെ നടത്തിയിട്ട് ഞങ്ങൾ വിലയിരുത്തിയത് 20,000-ന് മുകളിൽ BJP വോട്ട് പിടിച്ചാൽ ജോൺ തോക്കും. പിന്നെ 80 സീറ്റ് UDFന് കിട്ടിയാൽ 81ാമത്തെ ആളായിട്ട് ജോൺ വരുള്ളൂ. അതൊക്കെ ഞങ്ങളൊന്ന് പഠിച്ചതാണ്. BJP നിർണായകമാണ് കേരളത്തിൽ. അവിടെ BJP ശ്രമിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ തകർക്കാനാണ്. BJPക്ക് CPM ഒരു പ്രശ്നമല്ല, കോൺഗ്രസിനാണ് ഓൾ ഇന്ത്യ ഫാക്ടർ. അപ്പോൾ അതിന് BJP ഇവരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആവോ എന്നതാണ് എൻ്റെ. പക്ഷെ ഒരു പഴയ CPM കാരൻ എന്നുള്ള രീതിയിൽ
CPM-ഉം BJP-യും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു ധാരണയിൽ എത്തും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ആദ്യം പൊളിറ്റിക്സ് ആണ്. എന്താ പൊളിറ്റിക്സ്? കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞവർ കോൺഗ്രസിനെ തകർക്കാൻ ഈ ക്രോസ് വോട്ട് ചെയ്യുന്നതിൽ വളരെ സമർത്ഥന്മാർ RSS. പക്ഷേ എപ്പോഴും കണ്ണൂരിൽ ഉൾപ്പെടെ CPM-നെ തോൽപ്പിക്കാനാണ് BJP UDF-ന് വോട്ട് മറിക്കുന്ന ആരോപണം. അത് ഇവർ പറയുന്നില്ലേ, CPM-ന്റെ പ്രചരണ മിഷനോട് കിടപിടിക്കാൻ ഇപ്പോൾ ആർക്കും കഴിയില്ല. അതൊരു പ്രത്യേകത. പക്ഷേ ജനങ്ങൾ അതിനേക്കാൾ അപ്പുറം പോകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഫാക്ടറി സുധാകരൻ വോട്ട് ചെയ്തു, നല്ലൊരു ഭാഗം ആളുകൾ RSS ഉണ്ട്. എന്തുകൊണ്ടാണ്? അത് സുധാകരനുള്ള സ്നേഹമല്ല, ഇവരോടുള്ള വിരോധം. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-ന്റെ പീഡനം അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം സൈലന്റ് ആളുകൾ. സതീശൻ പറയുന്ന 100 സീറ്റ് ഈ ആത്മവിശ്വാസത്തിലാണ്. കണ്ണൂരും അഴീക്കോടൊക്കെ വരുന്ന ഒരു ആത്മവിശ്വാസം പഠനവും ആ ആത്മവിശ്വാസത്തിന് അനുകൂലമായൊരു ഫാക്ടറി നാട്ടിൽ മുഴുവനുണ്ട്. അതൊരു സത്യമാണ്. ആ ഫാക്ടറി UDF ഒറ്റക്കെട്ടാണ്, കോൺഗ്രസ് അതിനേക്കാൾ ശക്തമായി നിൽക്കണം. അങ്ങനെ UDF-ന്റെ അകത്ത് നേതൃത്വപരമായ UDF-ന്റെ ഉന്നതാധികാര സമിതി ഭരണം പിടിക്കണം എന്ന നിലക്ക് തന്നെ വരണം. ഈ BJP-യുടെ വോട്ട് പൂർണ്ണമായും സമാഹരിച്ചാൽ അത് UDF-ന് തിരിച്ചടിയാകും. ഇല്ല, ഇപ്പം BJP-ക്ക് പഴയതുപോലെ പൂർണ്ണമായും സമാഹരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നാണ് BJP-ക്ക് CPM വിരോധത്തിൻ്റെ ഫലമായി BJP-ക്ക് മാത്രം വോട്ട് ചെയ്തു. ഈ കേരള ഭരണം തകരണം എന്നാഗ്രഹിക്കുന്ന BJP-ക്ക് വോട്ട് ചെയ്ത BJP-ക്കാരല്ലാത്ത ആളുകളുണ്ട്. അവർ UDF-ന് വോട്ട് ചെയ്തു ഈ അസംബ്ലിയിൽ. അത് ഈ പള്ളി ആക്രമണവും നോർത്ത് ഇന്ത്യയിലെ JCB ആക്രമണവും ഇതെല്ലാം കേരളത്തിലെ നിഷ്പക്ഷമതികളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അന്താരാഷ്ട്ര തലത്തിലൊക്കെ ബന്ധപ്പെടുന്ന മലയാളികളായ പല സുഹൃത്തുക്കളോട് നിൽക്കുമ്പോൾ അവരുടെ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അത് രാഹുൽ ഇന്ത്യയിൽ മുന്നേറണം, കേരളത്തിൽ UDF വരണം എന്നൊരു ഫീലിങ്ങിലേക്ക്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ LDF-ലെ ഭരണകക്ഷിക്കുള്ളിൽ ഉള്ളതിനേക്കാൾ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിലൊക്കെ കാണുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ വലിയ രീതിയിൽ ആ പാർട്ടിയിൽ ഇങ്ങനെ കോൺഗ്രസിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ പറ്റില്ലേ. K. കരുണാകരൻ മറ്റേ ഇത് പറഞ്ഞിട്ട് DIC എന്നിട്ട് അന്നേരം ഞാൻ പിന്നെ ആരാ ഇവിടെ ഉണ്ടാവുക? അദ്ദേഹത്തെക്കുറിച്ച് ആ പറഞ്ഞതിനോടൊന്നും എനിക്ക് അന്ന് യോജിപ്പില്ല, ഇന്ന് യോജിപ്പില്ല. അത്രയും ശുദ്ധരായ ഒരു രാജ്യസ്നേഹിനെ പറക്കണം. നമുക്ക് വിരോധം ഉണ്ടെങ്കിൽ മലയാളികളോട് എനിക്ക് വിരോധത്തോടെ മലയാളിയായിട്ട് എന്തും പറയാൻ പറ്റും. അതിൻ്റെ എല്ലാം അനുഭവമില്ലേ, ആ അനുഭവത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഈ കാലം മാറി. ഇന്നത്തെ സാഹചര്യത്തിൽ CPM-ന്റെ ഭരണത്തിൻ്റെ ഒരുപാട് വൈകൃതങ്ങൾ താഴെ അറിയാം. ആ വൈകൃതങ്ങൾ മനസ്സിലാക്കുന്ന താഴെയുള്ളവർ ഇതൊന്നും മാറണം എന്ന് പറഞ്ഞാൽ അവരെ ആവശ്യമില്ല, നമ്മളെക്കാൾ അവരെ ആവശ്യം എന്താ പറയാം. ഇല്ലെങ്കിൽ ഈ പാർട്ടി കേരളത്തിൽ ബംഗാൾ പോലെയാവും. കേരളത്തിൽ പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഈ ഒരു തവണ അവർ പരാജയപ്പെട്ടേ പറ്റും. എന്നാൽ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ടോ ഇല്ലെന്ന് നെക്സ്റ്റ് ഈ അടുത്ത ഭരണം CPM-ന് കിട്ടിയാൽ അതോടുകൂടി ആ പാർട്ടി ഭസ്മീകരിക്കപ്പെട്ടു. അത് ബംഗാളിൻ്റെ അനുഭവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മൂന്നാമത് വരില്ല, ഉറപ്പാ. അതാണ് അതിൻ്റെ അടിസ്ഥാനം. എന്തായാലും തികഞ്ഞ രാഷ്ട്രീയ ബോധത്തോടെ വിശകലനത്തോടെ CMB എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി CA അജീർ കേരള രാഷ്ട്രീയം പ്രതിപാദിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അധികാരത്തിൽ വരാനുള്ള എല്ലാ രാഷ്ട്രീയ സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിന് കുറച്ചുകൂടി ഉണർന്ന് UDF പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂരിൽ 2 സീറ്റ്, അതായത് കണ്ണൂർ അഴീക്കോട് നിയമസഭാ മണ്ഡലങ്ങൾ, ഇത് രണ്ടും UDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ കൂടിയാണ്. UDF-ന് വിജയിക്കാൻ കഴിയുന്ന 2 മണ്ഡലങ്ങളാണ്. ഈ 2 മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ട ഇടപെടലുകൾ മുന്നണി നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകണം. കോൺഗ്രസിന്റെ അകത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് കണ്ണൂർ സീറ്റ് നഷ്ടപ്പെടാൻ കാരണം എന്ന് പാർട്ടിയുടെ ആ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവ് തന്നെ വിശദീകരിക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അതൊക്കെ പാർട്ടി നേതൃത്വം കണ്ട് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ VD സതീശന്റെ കണക്കുകൂട്ടലായ 100 സീറ്റ് എന്നതിൽ 2 സീറ്റ് ഈ അഴീക്കോടും കണ്ണൂരും തന്നെയാണ്. ഇതൊക്കെ പിടിച്ചെടുത്തു വേണം UDF-ന് അധികാരത്തിൽ വരാൻ. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. ഈ ഭരണത്തെ അത്രമേൽ ജനങ്ങൾ
വെറുക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. എന്തായാലും CMB എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോഴും സജീവമായി തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അത് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഏത് നേതാവ് ആര് പാർട്ടി വിട്ടു എന്നൊന്നുമല്ല, തങ്ങൾ ഉയർത്തിയ ആദർശത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അതിന്നും പ്രസക്തമായി തന്നെ കേരള മണ്ണിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് CA അജീർ ഈ സംഭാഷണത്തിലുടനീളം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ വിശദമായി അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.